എൻ്റെ കുട്ടികളെ കൊണ്ടുപോയി സംരക്ഷിക്കാൻ ഞാനൊരു വികലാംഗനായതുകൊണ്ട് എനിക്ക് പറ്റില്ല എന്നൊരു തോന്നൽ. അപ്പോൾ അവർ സ്വയം പ്രതിരോധിക്കാൻ വേണ്ടി അവരെ കരാട്ട പഠിപ്പിക്കണം എന്നെനിക്ക് തോന്നുന്നു. മറ്റുള്ള കുട്ടികളെ പോലെ നമുക്ക് കളിക്കാനോ അത്രയോ നല്ല അവസരങ്ങളൊന്നും ഇല്ലായിരുന്നു. ഞാൻ ചെറുപ്പത്തിലൊക്കെ നല്ല വീട്ടുകാർ പറഞ്ഞ നല്ല പയർ പോലെ ഓടി നടന്നിരുന്ന ഒരാളായിരുന്നു. സത്യത്തിൽ ഞാനിപ്പോൾ എൻ്റെ കൊച്ചിലെ ഞാൻ ഹാൻഡിക്യാപ്ഡ് ആകുന്നതിന് മുമ്പുള്ള അതൊക്കെ രംഗം ഓർത്ത് സത്യത്തിൽ എൻ്റെ കണ്ണ് നിറഞ്ഞു പോകും. ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയമുണ്ടായിരുന്നു, 6-7 വയസ്സുള്ളത്. നിർത്തി കഴിയുമ്പോൾ ഞാൻ പെട്ടെന്ന് താഴോട്ടങ്ങ് വീണു. അപ്പോൾ ഇവൻ ഉറക്കപ്പിച്ചാന്ന് പറഞ്ഞാൽ അച്ചായൻ എനിക്ക് 2-3 തല്ലൊക്കെ തല്ലി. അത് കഴിഞ്ഞ് എന്നെ കൊണ്ട് കടത്തി നേരം വെളുപ്പിന് അച്ചായൻ ജോലിക്ക് പോയി. പക്ഷേ സ്കൂളിൽ പോകാൻ വേണ്ടി അമ്മ എന്നെ വിളിച്ചുകൊടുത്താൽ നോക്കി എനിക്ക് എഴുന്നേക്കാൻ മേല. നോക്കിയപ്പോൾ എൻ്റെ വലത്തെ കാലിൻ്റെ ഒരു വശം, അതുവരെ 2 കാല് ഒരുപോലെ ആവശ്യത്തിന് വണ്ണമുള്ള കാല്, ഈ കാലിൻ്റെ ഒരു വശം തുട മുതൽ താഴോട്ട് എവിടെ പോയെന്നറിയത്തില്ല, തീരെ അങ്ങ് വണ്ണം കുറഞ്ഞു പോയി ഒറ്റ രാത്രി കൊണ്ട്. പിറ്റേ ദിവസം ആണ് എന്നെ മെഡിക്കൽ കോളേജിൽ കൊണ്ടുവരുന്നത്. മെഡിക്കൽ കോളേജിൽ കൊണ്ടുവന്നപ്പോഴത്തേക്ക് എൻ്റെ വലത്തെ കാലിനും ഇടത്തെ കൈക്കും സ്വാധീനം നഷ്ടപ്പെട്ട് ഒരു രീതിയിലല്ല മറ്റൊരു തരത്തിൽ ദൈവം നമ്മളെ സഹായിക്കും. അച്ചാച്ചി പുറകിലിരിക്കുന്നു, ഞങ്ങൾ ഫ്രണ്ടിലിരിക്കുന്നു. കുരിശു വരയ്ക്ക് ഉറക്കം തുടങ്ങുമ്പോൾ പുറകെ നടി തുടങ്ങും. കാൽവരി പൂക്കളുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കാൽവരി പൂക്കളിൽ നമ്മളോടൊപ്പം അതിഥിയായി എത്തുന്നത് ദേശീയ പഞ്ചഗുസ്തി മത്സരത്തിൽ 2ാം സ്ഥാനവും വെള്ളി മെഡലും നേടി ലോക പഞ്ചഗുസ്തി മത്സരത്തിലേക്കും ഒപ്പം ഏഷ്യൻ ഗെയിംസിലേക്കും യോഗ്യത നേടിയിരിക്കുന്ന തുരുത്തി മർത്തുമറിയം ഫൊറോന ഇടവക അംഗവും പിതൃവേദി പ്രസിഡന്റുമായിട്ടുള്ള ജെയിംസ് ജോൺ വട്ടപ്പറമ്പിലാണ്. ജെയിംസ് ഏട്ടാ നമസ്കാരം. നമസ്കാരം ജെയിംസ് ഏട്ടാ, ഒത്തിരി സന്തോഷം. ആദ്യം തന്നെ വലിയൊരു അഭിനന്ദനം. നമ്മളെ സംബന്ധിച്ച് വലിയ അഭിമാനത്തിന്റെ ഒരു നിമിഷമാണ്. ഏഷ്യൻ ഗെയിംസിലേക്ക് അതുപോലെ തന്നെ ലോക പഞ്ചഗുസ്തി മത്സരത്തിലേക്കാണ് യോഗ്യത നേടിയിരിക്കുന്നത്. ഈ പഞ്ചഗുസ്തിയിലേക്കുള്ള വരവ് അതെങ്ങനെയായിരുന്നു? പഞ്ചഗുസ്തിയിൽ ഞാൻ എൻ്റെ ചെറുപ്പം മുതലേ സ്വാഭാവികമായിട്ടും ഞാൻ എന്താ പറയുക, ചെറുപ്പത്തിൽ ഞാൻ ഈ പണ്ടോട്ട് വായന എനിക്ക് വലിയ കമ്പമുള്ള ആളാണ്. അപ്പം ഞാൻ അന്ന് പണ്ട് കാലത്ത് ഒരു ദിനപത്രത്തിൽ അയച്ചു. നമ്മുടെ KM റോയ് എന്ന് പറയുന്ന ഒരു പത്രപ്രവർത്തകൻ ഡൽഹി കൊണാട്ട് പ്ലസിലെ ഒരു സ്ഥലത്തിരിക്കുമ്പോൾ അവിടെ അദ്ദേഹം താമസിക്കുന്ന ഹോട്ടലിൻ്റെ പുറത്തൊരു ആൾക്കൂട്ടവും ഭയങ്കര ബഹളവും. അദ്ദേഹം താഴേക്ക് നോക്കിയപ്പം അവിടെ ഒരു പെൺകുട്ടി ഒരാളെ അടിച്ചതിൻ്റെ ആൾക്കാരുമായിട്ട് അറിയാമല്ലോ, പെൺകുട്ടികളെ മറ്റുള്ളവർ ആക്രമിക്കുക, അതിനെ പ്രതിരോധിച്ചതിൻ്റെ ആയിട്ടുള്ള ഒരു കൊലക്കേസും പ്രശ്നങ്ങളൊക്കെ ആയിട്ടുള്ള കാര്യം. അപ്പോൾ അന്ന് അവിടെ സംഭവിച്ചത് എന്താണ് എന്ന് ചോദിച്ചാൽ, ഒരു കുട്ടി ട്യൂഷന് പോകാൻ നിന്നപ്പോഴത്തേക്കും ആ കുട്ടിയെ 3-4 പേര് കൂടി തട്ടിക്കൊണ്ടുപോയി ആ വാളഴിഞ്ഞ ഘട്ടത്തിൽ വെച്ച് അതിനെ ഉപദ്രവിക്കാൻ ശ്രമിക്കുകയും, ആ കുട്ടി ഒരു കരാട്ടെ ബ്ലാക്ക് ബെൽറ്റുകാരിയായിരുന്നു. അപ്പോൾ ആ കൊച്ച് കരാട്ടെ ബ്ലാക്ക് ബെൽറ്റ് ആയിരുന്നുകൊണ്ട് ആ 3 അക്രമികളെയും ആ കൊച്ച് പ്രതിരോധിച്ച കൊച്ച് അവരെ അടിച്ച് പറപ്പിച്ചു. അങ്ങനെ ആ കൊച്ച് അവരൊന്ന് രക്ഷപ്പെടുന്ന സംഭവം അതെൻ്റെ മനസ്സിൽ അങ്ങനെ നിൽക്കുമ്പോൾ, ഞാൻ വിവാഹം കഴിച്ചപ്പോൾ ഞാനൊരു വികലാംഗനായതുകൊണ്ട് ചെറുപ്പത്തോട്ട് കരാട്ട പഠിക്കാനും മറ്റു സ്പോർട്സിനോടൊക്കെ താല്പര്യമുണ്ട്. കൊച്ചിലെ ഫുട്ബോളും നാടൻ പന്തുകളും ക്രിക്കറ്റും ഒക്കെ കളിച്ച് നടന്നിട്ടുണ്ട്. പക്ഷേ ഞാൻ മറ്റുള്ള കുട്ടികളെ പോലെ നമുക്ക് കളിക്കാനോ അത്രയോ നല്ല അവസരങ്ങളൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ എനിക്ക് കുട്ടികളുണ്ടായപ്പം ഞാനോടത്ത് എനിക്ക് ആദ്യം ഉണ്ടായ 2 പെൺകുട്ടികളാണ്. അപ്പോൾ ആ സമയത്ത് നമ്മളിവിടെ പലപ്പോഴും പല പെൺകുട്ടികളും പല സ്ഥലത്ത് വെച്ചും സാമൂഹ്യ വിരുദ്ധന്മാരുടെ തല്ലുകൊള്ളുകയും പ്രശ്നങ്ങളുണ്ടാവുകയും കണ്ടപ്പം എൻ്റെ കുട്ടികളെ കൊണ്ടുപോയി സംരക്ഷിക്കാൻ ഞാനൊരു വികലാംഗനായതുകൊണ്ട് എനിക്ക് പറ്റില്ല എന്നൊരു തോന്നൽ. അപ്പോൾ അവർ സ്വയം പ്രതിരോധിക്കാൻ വേണ്ടി അവരെ കരാട്ട പഠിപ്പിക്കണം എന്നെനിക്ക് തോന്നി. അങ്ങനെ ഞാൻ അവരെ കരാട്ട പഠിപ്പിച്ചു. അവരെയും കൊണ്ട് ഞാൻ ഓരോ മത്സര സ്ഥലത്ത് പോകുമ്പോഴും എനിക്ക് കരാട്ട ചെയ്യാൻ പറ്റത്തില്ലോ എന്നുള്ളൊരു വിഷമമായിരുന്നു. അങ്ങനെ കുറേ വർഷങ്ങൾക്ക് പോയി അവർ കരാട്ടയിലൊക്കെ സമ്മാനങ്ങളൊക്കെ ഒത്തിരി നേടിക്കഴിഞ്ഞപ്പോഴാണ് ആ ഒരു രീതി അടുത്തത് പഞ്ചഗുസ്തി മത്സരത്തിലേക്ക് ഞാൻ പരിചയപ്പെടുന്നത്. അപ്പോൾ അത് കരാട്ട ചെയ്യുന്ന കുട്ടികൾക്ക് അവർക്ക് കായികമായിട്ട് നല്ല ബലമുള്ളതുകൊണ്ട് അതിൽ പങ്കെടുക്കാം എന്ന് പറഞ്ഞ് അവരെ പങ്കെടുപ്പിക്കാൻ വേണ്ടി ഞാൻ അങ്ങനെ പഞ്ചഗുസ്തി ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുപ്പിക്കാൻ എൻ്റെ മൂത്ത മകളെയും ഇളയ മകനെയും കൂടെ കൊണ്ടുപോയി. അവിടെ ചെന്നപ്പോൾ ആണ് അറിയുന്നത് വികലാംഗരായിട്ടുള്ള ആൾക്കാർക്കും പഞ്ചഗുസ്തിയിൽ പങ്കെടുക്കാമെന്ന്. ധാരാളം ആൾക്കാർ അവിടെ വികലാംഗരായിട്ടുള്ള ആൾക്കാർ പങ്കെടുക്കാൻ വന്നിരിക്കുന്നത് ഞാൻ കണ്ടു. അങ്ങനെ ഞാനും വീണ്ടും പിറ്റേ വർഷം മുതൽ കോട്ടയം ജില്ലാ തലത്തിലും അത് മത്സരത്തിനിറങ്ങി. സ്വാഭാവികമായിട്ടും ആ വർഷം എനിക്കെതിരെ ആളില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ വളരെ ഈസി ആയിട്ട് ജില്ലയിൽ ജയിച്ചു. പക്ഷേ സ്റ്റേറ്റിൽ വന്നപ്പോൾ എനിക്കെതിരെ ആളുണ്ടായിരുന്നു. പക്ഷെ അപ്പം നമ്മൾ കുറച്ച് പരിശീലനമൊക്കെ നടത്തിയതുകൊണ്ട് ആ മത്സരത്തിൽ എനിക്ക് അങ്ങനെ അവിടെ ഭക്ഷണിക്കാൻ എനിക്ക് പറ്റി. അപ്പോൾ അങ്ങനെ ആ വർഷം എനിക്ക് നാഷണൽ ലെവലിൽ പങ്കെടുക്കാൻ സാധിച്ചെങ്കിലും സാമ്പത്തിക പരാധീനതകൾ മൂലം എനിക്ക് പോകാൻ പറ്റിയില്ല. അത് UP മധുര വെച്ചായിരുന്നു. പിറ്റേ വർഷവും അപ്പം പിന്നെ ഞാൻ കൂടുതൽ ഉത്സാഹത്തോടെ പിള്ളേരെയും കൊണ്ടുപോകാൻ തുടങ്ങി, ഞാനും കൊണ്ടുപോകാൻ തുടങ്ങി. പക്ഷേ കുട്ടികളുടെ കാറ്റഗറിയിൽ മത്സരാർത്ഥികളുടെ എണ്ണം വളരെ കൂടുതലാണ്. ഞങ്ങളുടെ ആൾക്കാർ ഓരോ കാറ്റഗറിയിലെ ആൾക്കാരുടെ എണ്ണം കുറവായിരുന്നുകൊണ്ടൊക്കെ എനിക്ക് ഇച്ചിരി കൂടെയൊക്കെ പെട്ടെന്ന് മത്സരിച്ച് ജയിക്കാൻ സാധിക്കുകയുണ്ടായി.
പിന്നെ നമ്മൾ കൂടുതൽ പരിശീലനം നടത്തുന്ന അനുസരിച്ച് സ്വാഭാവികമായിട്ടും ഈ വർഷം എനിക്ക് അതുപോലെ തന്നെ ജില്ലയിലും സ്റ്റേറ്റിലും എനിക്ക് മുൻ വർഷങ്ങളെ പോലെ സ്വർണ്ണം നേടാൻ പറ്റി. ഇപ്പം നാഷണൽ ലെവലിൽ പോയപ്പോഴത്തേക്കും ജമ്മു കാശ്മീരിൽ നടക്കേണ്ട മത്സരമായിരുന്നു. അത് അവിടെ പഹൽഗാം ഭീകരാക്രമണം വന്നതുകൊണ്ട് സ്വാഭാവികമായിട്ടും ആ മത്സരം തൃശ്ശൂരിലേക്ക് മാറ്റി. അങ്ങനെ ഞാൻ തൃശ്ശൂരിൽ പോയി നാഷണൽ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുത്തു. തമിഴ്നാട്ടിൽ നിന്നുള്ള 2 പേരും, കർണാടകത്തിൽ നിന്നുള്ള ഒരാളും, ആന്ധ്രയിൽ നിന്നുള്ള ഒരാളും, അങ്ങ് മൊത്തം മത്സരാർത്ഥികളെ ഞങ്ങൾ എൻ്റെ കാറ്റഗറിയിൽ 5 പേരായിരുന്നു. അവരുമായിട്ട് 4 റൗണ്ട് മത്സരിച്ചു. 2 റൗണ്ട് ഞാൻ പരാജയപ്പെട്ടു, 2 റൗണ്ട് ഞാൻ വിജയിച്ചു. അങ്ങനെ ടോട്ടൽ വന്നപ്പം എനിക്ക് അങ്ങനെ സെക്കൻഡ് കിട്ടി. അപ്പം വെള്ളി മെഡൽ അങ്ങനെ ആദ്യമായിട്ട് നാഷണൽ ലെവലിൽ എനിക്ക് നേടാൻ സാധിച്ചു. ശരിക്കും ചങ്ങനാശ്ശേരി അതിരൂപതയ്ക്ക് തന്നെ വലിയൊരു അഭിമാനമാണ് ജെയിംസ് ഏട്ടൻ. ഇത്രയും വലിയ അംഗീകാരങ്ങളൊക്കെ നേടി നിൽക്കുമ്പോഴും ജീവിതത്തിൽ ഒരുപാട് കഷ്ടപ്പെടുന്ന ബുദ്ധിമുട്ടുന്ന ഒരാളാണ്. ജനിച്ചപ്പോൾ ഉണ്ടായ ഒരു ബുദ്ധിമുട്ടാണോ ഈ ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, അതോ അത് പിന്നീട് സംഭവിച്ചതാണോ? അല്ലല്ല, ഞാൻ ചെറുപ്പത്തിലൊക്കെ നല്ല വീട്ടുകാർ പറഞ്ഞ നല്ല പയർ പോലെ ഓടി നടന്നിരുന്ന ഒരാളായിരുന്നു. സത്യത്തിൽ ഞാൻ ഇപ്പോൾ എൻ്റെ കൊച്ചിലെ ഞാൻ ഹാൻഡിക്യാപ്ഡ് ആകുന്നതിന് മുമ്പുള്ള അതൊക്കെ ഞങ്ങൾക്ക് ഓർത്ത് സത്യത്തിൽ എൻ്റെ കണ്ണ് നിറഞ്ഞു പോകും. കാരണം അത് ഞാനിപ്പോഴും ഓർക്കാറുണ്ട്. അങ്ങനെ ഓടി വീട്ടിൽ നമ്മച്ചി ലാസ്റ്റ് എനിക്ക് അവസാനമായിട്ട് എന്താ പറയുക, ഈ അസുഖം വരുന്ന അന്ന് പകൽ മഴക്കാലമായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ വാതിലുകളൊക്കെ ഒത്തിരി വെള്ളമൊക്കെ ഒഴുകുന്നുണ്ടായിരുന്നു. അപ്പോൾ അമ്മച്ചി ഞങ്ങൾ അടുത്തുള്ള കടയിൽ പോയി നീലം മേടിച്ച് തരാൻ പറഞ്ഞു. അപ്പം നീലം മേടിക്കാൻ വേണ്ടി അന്ന് 10 പൈസയാണ് തന്നു വിട്ടിരിക്കുന്നത്. ഈ 10 പൈസയായിട്ട് ഞാൻ നീലം മേടിക്കാൻ പോയി. പക്ഷേ വെള്ളത്തിൽ കളിച്ചുകൊണ്ട് സമയത്ത് എൻ്റെ ഇതെങ്ങനെയോ ആ പൈസ വെള്ളത്തിൽ പോയി, അത് കിട്ടിയില്ല. അതിൻ്റെ പേര് അമ്മയുടെ തല്ലൊക്കെ അന്ന് കൊണ്ടു. അന്ന് വൈകിട്ട് പിന്നെ ആ രാത്രിയിലാണ് ഞാൻ കിടന്നുറങ്ങി. അന്ന് രാത്രിയിൽ എനിക്ക് ബാത്റൂമിൽ പോകണമായിരുന്നു. അങ്ങനെ ഞാൻ എഴുന്നേറ്റപ്പോൾ എഴുന്നേറ്റ് എൻ്റെ അച്ഛൻ അച്ചാച്ചി എന്നാണ് വിളിക്കുന്നത്. അച്ചാച്ചി എന്നെ എടുത്ത് മുറ്റത്ത് കൊണ്ട് നിർത്തിയെങ്കിലും എന്നെ നേരെ നിർത്തി മൂത്രം ഒഴിക്കാൻ വേണ്ടി ഉറക്കപ്പിച്ചാൽ എനിക്ക് 6 വയസ്സ് 1-ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയമാണ്, 6-7 വയസ്സുള്ള. നിർത്തി കഴിയുമ്പോൾ ഞാൻ പെട്ടെന്ന് താഴോട്ടങ്ങ് വീണു. അപ്പോൾ ഇവൻ ഉറക്കപ്പിച്ചാന്ന് പറഞ്ഞാൽ അച്ചായൻ എനിക്ക് 2-3 തല്ലൊക്കെ തല്ലി. അത് കഴിഞ്ഞ് എന്നെ കൊണ്ട് കടത്തി നേരം വെളുപ്പിന് അച്ചായൻ ജോലിക്ക് പോയി. പക്ഷേ സ്കൂളിൽ പോകാൻ വേണ്ടി അമ്മ എന്നെ വിളിച്ചുകൊണ്ടാന്ന് എനിക്ക് എഴുന്നേക്കാൻ മേല. നോക്കിയപ്പോൾ എൻ്റെ വലത്തെ കാലിൻ്റെ ഒരു വശം, അതുവരെ 2 കാല് ഒരുപോലെ ആവശ്യത്തിന് വണ്ണമുള്ള കാല്, ഈ കാലിൻ്റെ ഒരു വശം തുട മുതൽ താഴോട്ട് എവിടെ പോയെന്നറിയത്തില്ല, തീരെ അങ്ങ് വണ്ണം കുറഞ്ഞു പോയി ഒറ്റ രാത്രി കൊണ്ട്. അതുപോലെ എൻ്റെ ഇടത്തെ കൈക്കും, വലത്തെ കൈ പോലെ തന്നെ ഒരു കുഴപ്പമില്ലാത്ത കൈയാണ്, ഇടത്തെ കൈയുടെ വിരലുകളെല്ലാം അങ്ങ് സൂക്ഷിച്ചു പോയി. അപ്പോൾ അങ്ങനെ എൻ്റെ ഇടതുവശവും വലതുവശവും അങ്ങ് പോയി എന്നുള്ളതാണ് സത്യത്തിൽ. അപ്പം അന്ന് അതിനുശേഷം എന്നെ ഞങ്ങളുടെ അമ്മ എൻ്റെ ഇളയ അനിയനെ ഗർഭാവസ്ഥയിലാണോ 9 മാസത്തോളം മാസമായി. അപ്പം അമ്മ എന്നെ എടുത്തുകൊണ്ട് നടക്കാൻ മേലാത്ത അവസ്ഥയാണ്. എൻ്റെ ചേട്ടൻ എന്നെ എടുത്ത് മിഷൻപള്ളിക്ക് ഞങ്ങളുടെ വീടിനടുത്തുള്ള ബസ് സ്റ്റോപ്പിൽ കൊണ്ടാക്കുകയും അങ്ങനെ അവിടുന്ന് കുറിച്ചി മന്ദിരമൊക്കെ വരെയുള്ള ആശുപത്രി കൊണ്ട് കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞത് പോളിയോ വന്നതാണ്, എത്രയും പെട്ടെന്ന് ഇത് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകണം എന്നോട് പറഞ്ഞ് ഞങ്ങളുടെ വീട്ടുകാരോട് പറഞ്ഞു. പക്ഷേ അന്നത്തെ സാമ്പത്തിക സ്ഥിതി മൂലം മെഡിക്കൽ കോളേജിൽ അന്ന് കൊണ്ടുപോകാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. അങ്ങനെ അതിനുശേഷം പിറ്റേ ദിവസം ആണ് എന്നെ മെഡിക്കൽ കോളേജിൽ കൊണ്ടുവരുന്നത്. മെഡിക്കൽ കോളേജിൽ കൊണ്ടുവന്നപ്പോഴത്തേക്ക് എൻ്റെ വലത്തെ കാലിനും ഇടത്തെ കൈക്കും സ്വാധീനം നഷ്ടപ്പെട്ട് പിന്നെ അവിടെ കുറച്ച് ദിവസം ട്രീറ്റ്മെൻ്റ് ഒക്കെ ചെയ്തു. അപ്പോൾ അവിടെ നിൽക്കാൻ ആളില്ലാത്ത അവസ്ഥയാണ്. അങ്ങനെ ഞാൻ തിരിച്ച് വീണ്ടും എന്നെ അവിടെ നിന്ന് കൊണ്ടുവന്നു. അപ്പം അമ്മ പ്രസവ ശുശ്രൂഷയെല്ലാം കഴിഞ്ഞ ശേഷം എന്നെ വീണ്ടും ESI ആശുപത്രിയിലോട്ടാണ് കൊണ്ടുവന്നത്. അവിടെ കൊണ്ട് കുറേ നാൾ എനിക്ക് കറണ്ട് അടിച്ചു. ആ സമയത്തൊക്കെ വീടിനകത്തോടെ ഞാൻ ഇഴഞ്ഞിഴഞ്ഞാണ് നടന്നിട്ടുണ്ട്. പിന്നെ വടി കുത്തിപ്പിടിച്ച് നടക്കാൻ തുടങ്ങി. അങ്ങനെയാണ് പിന്നെ ഇന്നിപ്പോൾ ഈ കാണുന്ന സമയത്ത് നടക്കുന്നത് കുഴപ്പമൊന്നുമില്ല. എന്നാലും സാധാരണക്കാരെ പോലെ പെട്ടെന്ന് ഓടാനോ ഒന്നും നമുക്ക് പറ്റത്തില്ല. പിന്നെ മറ്റുള്ള ആൾക്കാർ ചെയ്യുന്ന പോലുള്ള പല പ്രവൃത്തികളും നമുക്ക് ചെയ്യാൻ മേലാത്തൊരവസ്ഥയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തോ ജീവിതത്തിൽ ഒത്തിരി നേട്ടങ്ങളൊന്നും ചെറുപ്പത്തിൽ കൈവരിക്കാൻ പറ്റിയില്ല. പക്ഷേ ഇങ്ങനെ ഇപ്പം ഈ അവസാനം 55-ാമത്തെ വയസ്സിലാണ് എനിക്കിങ്ങനെ ഒരു പഞ്ചഗുസ്തി ചാമ്പ്യൻഷിപ്പിലേക്ക് കടന്നു വരാനും അതിലൂടെ ഇപ്പം കുറച്ച് പേരെങ്കിലൊക്കെ നമ്മളെ അറിയാൻ തുടങ്ങി. പല ആൾക്കാരും എന്നെ അഭിനന്ദിക്കുന്നുണ്ട്. ദൈവത്തിന് നമ്മളെക്കുറിച്ച് ഒരു പദ്ധതി ഉണ്ടെന്ന് പറയുന്നത് വെറുതെ അല്ലല്ലേ. പലപ്പോഴും ജീവിതത്തിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ ദൈവത്തെ വിട്ട് ദൈവത്തിൽ നിന്ന് അകന്നു പോകാറൊക്കെ ഉള്ളത് നമ്മൾ ഒരുപാട് കാണാറുണ്ട്. എന്നാൽ ദൈവത്തെ ജീവിതത്തോട് കൂടുതൽ ചേർത്ത് പിടിച്ച ആളാണ് ജെയിംസ് ഏട്ടൻ. വിശ്വാസത്തിൽ ഒത്തിരി ആഴമുള്ള ഒരാളാണ്. നമ്മുടെ തുരുത്തി മർത്തമറിയം ഫൊറോന പള്ളിയുടെ തുരുത്തി യൂണിറ്റ് പിതൃവേദി പ്രസിഡന്റ് ആണ്. ചേട്ടാ, വിശ്വാസ ജീവിതം എങ്ങനെയാണ് ചേട്ടൻ്റെ? വാസ്തവത്തിൽ ഞാൻ എൻ്റെ അപ്പൻ ചങ്ങനാശ്ശേരി മകളിലെ തൊഴിലാളിയാണെങ്കിലും നല്ലോണം മദ്യപിക്കുന്നൊക്കെ ആളാണ്. പക്ഷേ കുരിശ് വരയ്ക്കുന്ന കാര്യത്തിൽ അച്ചാച്ചിക്ക് ഭയങ്കര താല്പര്യമായിരുന്നു.
അത് ഞങ്ങളുടെ വീട്ടിൽ കൊച്ചിലെ തൊട്ടേ എല്ലാവരും ഒന്നിച്ചിരുന്ന് കുരിശ് വരയ്ക്കും. പക്ഷേ കൊച്ചിലെ തൊട്ടേ എനിക്കൊരു സ്വഭാവമുണ്ട്, കുരിശ് വരയ്ക്കാനിരിക്കുമ്പോൾ എനിക്കറിയത്തില്ല, എനിക്ക് പെട്ടെന്ന് ഉറക്കം വരും. അപ്പം അച്ചാച്ചി പുറകിലിരിക്കുന്നു, ഞങ്ങൾ ഫ്രണ്ടിലിരിക്കുന്നു. കുരിശ് വരയ്ക്ക് ഉറക്കം തുടങ്ങുമ്പോൾ പുറകിൽ നടി തുടങ്ങും. അപ്പം നമുക്ക് പേടിച്ചാണ് നമ്മളിരിക്കുന്നത്. പിന്നെ അച്ചാച്ചി അമ്മച്ചക്ക് കുറച്ചൊക്കെ പാട്ട് പാടുന്ന ആൾക്കാരാണ്. അപ്പോൾ അന്ന് അവർ പാട്ട് പാടും. അവരുടെ കുരിശ് വരയ്ക്കുമ്പോൾ പാട്ടൊക്കെ നല്ല ഒരു താളമേളമൊക്കെ ഞങ്ങളിങ്ങനെ പാത്രമൊക്കെ അടുത്തൊക്കെയാണ് ഞങ്ങൾ കുരിശ് വരയ്ക്കുമായിരുന്നു. പള്ളിയിലൊക്കെ അമ്മച്ചിയാലിൽ ഓടിച്ചൊക്കെ വിടുമായിരുന്നു. പിന്നെ മാത്രമല്ല ആ സമയത്തൊക്കെ പള്ളിയിൽ പോകാനും നൊവേനകളിൽ പങ്കെടുക്കാനും പിന്നെ അതുപോലെ പെരുന്നാളൊക്കെ കഴിയുമ്പം പള്ളി തൂത്തുവാരാനോ ജനാലി അടയ്ക്കാനൊക്കെ ഞങ്ങൾക്ക് വലിയ താല്പര്യമായിരുന്നു. എനിക്ക് കൂട്ടുകാരൊക്കെ ഉണ്ടായിരുന്നു, അങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു. അങ്ങനെ കുറേ വർഷങ്ങൾക്ക് ശേഷം എന്താ പറയുക, ഒരു അൾത്താരവാലനാവണമെന്നുള്ള ആഗ്രഹം ചെറുപ്പത്തിൽ ഉണ്ടായിരുന്നു. പക്ഷേ പല സമയത്തും അക്കാലഘട്ടത്തിലൊക്കെ ഉള്ള പിള്ളേരുടെ സ്വഭാവം എന്ന് വെച്ചാൽ, ഞാൻ ഈ നടക്കുമ്പോൾ ഈ ഞൊണ്ടുള്ളത് ഈ ചട്ടം ഇങ്ങനെ ഉള്ളതുകൊണ്ട് പല പിള്ളേരും എന്നെ ഈ നമ്മൾ നടന്നു പോകുമ്പം എന്നെ ആ ചട്ടാന്നോ ഞൊണ്ടാന്നോ കുറിച്ച് കളിയാക്കും. അത് നമുക്ക് ഭയങ്കര ഭയങ്കരമായ ദേഷ്യമാണ്. അപ്പോൾ അങ്ങനെ പള്ളിയിലൊക്കെ പാട്ട് പാടാൻ ഇടയ്ക്ക് ഞങ്ങളുടെ സ്കൂളുകളിൽ മത്സരമുണ്ടല്ലോ, മത്സരത്തിൽ നമ്മൾ സ്റ്റേജിൽ കയറി പാട്ട് പാടണം. അപ്പോൾ ഞാൻ അന്ന് ആദ്യമായിട്ട് സ്കൂളിൽ പാട്ട് പാടുന്നത് യേശുവേ ജീവനാഥ ആശ്രയം നീ എന്നു എന്നുള്ള പാട്ടാണ്. അന്ന് എനിക്ക് സെക്കൻഡ് കിട്ടിയായിരുന്നു. കാരണം നമ്മൾ സമ്മാനം മേടിക്കാൻ വേണ്ടി പോകുമ്പോഴും തിരിച്ചു വരുമ്പോഴും ഈ സൈഡിൽ ഇരിക്കുന്ന പിള്ളേർ നമ്മുടെ ശാരീരിക പ്രശ്നം ചൂണ്ടിക്കാണിച്ച് കളിയാക്കും. അപ്പോൾ അങ്ങനെ നമുക്ക് ഒരു അപകർഷതാബോധം വന്നു. പിന്നെ നമ്മൾ മുൻനിരയിലേക്കൊന്നും പോകാതെ ഞായറാഴ്ച ദിവസങ്ങളിൽ പള്ളിയിൽ പോകും, തിരിച്ചു വരും. ഒന്നല്ലാതെ മറ്റ് സംഘടനാ പ്രവർത്തനങ്ങളൊന്നും ഇല്ലായിരുന്നു. അപ്പം അതിനുശേഷം ഞാൻ കുറച്ച് വർഷങ്ങൾക്കൊക്കെ ശേഷം പിന്നെ നമ്മുടെ പള്ളിയിൽ എനിക്കൊന്ന് കല്യാണത്തിന് ശേഷമാണ് തോന്നുന്നത്, നമ്മുടെ ജോഫി പുതുപ്പറമ്പിൽ അച്ഛനാണ് ഞങ്ങളുടെ പള്ളി കൊച്ചച്ഛനായിട്ട് വരുന്നത്. അപ്പം കൊച്ചച്ഛനായിട്ട് വന്ന് അച്ഛൻ ഓരോ വീടുകളിലൊക്കെ സന്ദർശിക്കുമ്പം അപ്പോൾ എന്നോട് സംസാരിച്ച് പള്ളിയിൽ വരാത്തതും അല്ലെങ്കിൽ സംഘടനാ പ്രവർത്തനങ്ങളിലൊക്കെ പങ്കെടുക്കാത്തതും മറ്റു കാര്യങ്ങളൊക്കെ ചോദിച്ചു. അപ്പോൾ ഇങ്ങനെ ഞാൻ കുറച്ചൊക്കെ പാട്ട് പാടുന്ന ആളാണെന്നൊക്കെ അറിഞ്ഞപ്പം ജോഫി പുതുപ്പറമ്പിൽ അച്ഛൻ്റെ നേതൃത്വത്തിൽ അന്ന് അച്ഛൻ പറഞ്ഞ് നമുക്ക് പള്ളിയിൽ ഓരോ ആഴ്ചയിലും ഓരോ വാർഡുകാർ കൊയർ ഏറ്റെടുത്ത് പാടണം, അവർ ആൾത്താരെ കയറി ബൈബിൾ വായിക്കണം, അവർ പള്ളി തൂത്തുവാരണം, അവർ പിന്നെ ആൾത്താരെ പൂ വെക്കണം, ഇങ്ങനെയൊക്കെയുള്ള പരിപാടി കൊണ്ടുവന്നു. അങ്ങനെ സ്വാഭാവികമായിട്ട് അച്ഛൻ്റെ ഒരു സ്നേഹബുദ്ധിയ ഉള്ള ആ ഒരു പെരുമാറ്റവും ഒക്കെ കൊണ്ടാണ് ഞാൻ അങ്ങനെ പള്ളിയോട് വീണ്ടും തിരിച്ച് അടുക്കാൻ തുടങ്ങിയത്. അങ്ങനെ നമ്മൾ പിന്നെ ഇപ്പോൾ പള്ളി കയറി പാടാൻ തുടങ്ങി, നമ്മുടേതായ രീതിയിൽ നമ്മൾ പാടും. അപ്പം അങ്ങനെയൊക്കെ പാടുമായിരുന്നു. ഇട ദിവസങ്ങളിലൊക്കെ പോയി അങ്ങനെ ക്രമേണ ഞങ്ങളുടെ രണ്ടാം വാർഡ് 3ാം യൂണിറ്റാണ് ഞങ്ങൾ ഇവിടെ ഈ കൂട്ടായ്മയുടെ ലീഡറായി മാറി. ഇപ്പം കഴിഞ്ഞ 16 വർഷമായിട്ട് ഞാൻ ഇവിടെ കൂട്ടായ്മയുടെ ലീഡറാണ്. ഞങ്ങൾ എപ്പോഴും നമ്മുടെ കൂട്ടായ്മയുടെ പ്രവർത്തനമൊക്കെ ഞങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ പള്ളിയിൽ വരുന്ന അച്ഛന്മാരൊക്കെ വീട് സന്ദർശനത്തിനൊക്കെ വരുമ്പോൾ ഞാൻ അവിടെ എല്ലാവരെയും കൊണ്ടുവന്ന് കാണിക്കുകയൊക്കെ ചെയ്യാറുണ്ട്. പിന്നെ അങ്ങനെ എന്നാലും പൊതുവേദിയിൽ സംസാരിക്കാനോ അല്ലെങ്കിൽ ഒരു 2 പാട്ട് പാടാനൊക്കെ ഉള്ള ധൈര്യം അപ്പോഴും എനിക്കില്ലായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് AKCCയിലോട്ട് നമ്മൾ കടന്നു ചെന്നു. അപ്പോൾ നമ്മുടെ പള്ളികളിലൊക്കെ ഉള്ള ഓരോ മതപരമായ സംഘടനകളിൽ നമ്മൾ പ്രവർത്തിക്കുമ്പം ഇതുപോലൊക്കെയുള്ള നമ്മുടെ നാണവും പേടിയൊക്കെ പോകും. അപ്പോൾ AKCC എനിക്കൊരു നല്ല വേദിയായിരുന്നു. അപ്പോൾ അന്ന് എനിക്ക് നമ്മുടെ തറയിൽ പിതാവ് സഹായം എത്താനുള്ള സമയത്ത് ഓരോ സംഘടനയുടെയും പ്രവർത്തന റിപ്പോർട്ടുകളൊക്കെ അവതരിപ്പിക്കാൻ വേണ്ടി ഒരു ഞങ്ങളുടെ പള്ളിയിൽ വിളിയുണ്ടായി. അപ്പോൾ അന്ന് സെക്രട്ടറി ആയിരുന്നു ഞാൻ, AKCCയുടെ ജോയിൻറ്റ് സെക്രട്ടറി. സ്വാഭാവികമായിട്ടും ഞാൻ ആ റിപ്പോർട്ടൊക്കെ അവതരിപ്പിക്കുകയൊക്കെ ചെയ്തത്. അങ്ങനെ പ്രാർത്ഥന മുന്നിട്ട് നയിക്കാൻ തുടങ്ങി. അങ്ങനെ 2 വാക്ക് മറ്റുള്ളവരുടെ മുന്നിൽ പ്രസംഗിക്കുക എന്നുള്ളൊരു ധൈര്യം വന്നു. അപ്പോൾ അങ്ങനെ വന്ന് AKCC ആയി. അത് കഴിഞ്ഞ് സ്വാഭാവികമായിട്ട് പിതൃവേദിയിലേക്ക് വന്നു. അങ്ങനെ പിതൃവേദി പ്രവർത്തിച്ച് കഴിഞ്ഞ 2 വർഷമായിട്ട് ഫൊറോനയുടെ ട്രഷററായിരുന്നു. അവിടെ 2 വർഷം പ്രവർത്തിച്ചു. അതിനുശേഷം ഇപ്പം ഇക്കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങളുടെ തുരുത്തി പള്ളിയിലെ യൂണിറ്റ് പ്രസിഡൻ്റാണ്. അത് നമ്മുടെ പ്രവർത്തനത്തിൽ ആത്മാർത്ഥതയും നമ്മൾ പള്ളിയോട്ട് ചേർന്ന് നിൽക്കുന്നത് കൊണ്ടും നമുക്ക് നമ്മുടെ വൈദികരുമായിട്ടും സന്യാസി സിസ്റ്റേഴ്സുമായിട്ടും പിന്നെ പള്ളിയിലെ കാര്യങ്ങളൊക്കെ മുന്നിൽ നിൽക്കുന്നത് കാണുമ്പോഴാണല്ലോ സ്വാഭാവികമായിട്ട് നമുക്ക് ഓരോ അവസരങ്ങൾ വരുന്നത്. അപ്പോൾ വാസ്തവത്തിൽ തന്നെ തിരിച്ച് ഒരു നടപ്പ് നടന്ന നമ്മുടെ ജോഫി പുതുപ്പറമ്പിൽ അച്ഛനാണ്. വീണ്ടും നമ്മുടെ കണിച്ചേരിച്ചൻ വന്നു, ലൈജു കണിച്ചേരിച്ചനും പാട്ടിനോടൊക്കെ താല്പര്യമുള്ള ആളായിരുന്നു. പിന്നെ ഇച്ചിരി കലാപരമായിട്ടും കഴിവൊക്കെ ഉള്ള അച്ഛനായിരുന്നു. അങ്ങനെ ഓരോ നല്ല എന്താ പറയുക, ഓരോ വൈദികർ നമ്മുടെ പള്ളിയിലിടുകയും നമ്മുടെ ഇടവകയിലുള്ള ആൾക്കാരെ കൂടെ നിർത്തുകയും ചെയ്യുമ്പോഴാണ് നമ്മൾ പുറകോട്ട് നടക്കുന്ന ആളുകൾ വീണ്ടും മുന്നോട്ട് നടക്കുന്ന ഒരവസ്ഥ ഉണ്ടാകും. ഇതുപോലെയൊക്കെയുള്ള നല്ല വൈദികർ നമ്മൾ ബാക്കി ഇടപെടുകയൊക്കെ ചെയ്യുമ്പോൾ. അപ്പം അങ്ങനെ എനിക്ക് ഓരോ വസതിയിൽ നമ്മുടെ ജോഫി പുതുപ്പറമ്പ് അച്ഛൻ്റെ മുന്നുള്ള കൊച്ചച്ഛന്മാർ ആരാന്ന് എന്നോട് ശരിക്കറിയില്ല. ഈ അച്ഛൻ തൊട്ടാണ് ഞാൻ ഈ കൊച്ചച്ഛന്മാരെ മനസ്സിൽ
ഓർത്തിരിക്കാൻ തുടങ്ങിയത്. അങ്ങനെ ഇപ്പം കുഴപ്പമില്ല. ഞങ്ങൾ യൂണിറ്റ് പ്രസിഡൻ്റാണ്, കൂട്ടായ്മ ലീഡറാണ്. അതിൻ്റെ രീതിയിൽ നമ്മൾ അങ്ങനെ ചെയ്യുന്നുണ്ട്. പിന്നെ അതുകൊണ്ട് ഇപ്പം അങ്ങനെയൊക്കെ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് എവിടെ ചെന്നും ഒരു 2 വാക്ക് സംസാരിക്കാനോ അല്ല 2 പാട്ട് പാടുവാനോ ഒന്നും നമുക്കൊരു കുഴപ്പമൊന്നുമില്ല. അപ്പൊ ജെയിംസ് ചേട്ടാ, ഇനി നമുക്ക് നമ്മുടെ കുടുംബത്തിലേക്ക് വരാം. ജെയിംസ് ചേട്ടനെ ഇത്ര സപ്പോർട്ട് ചെയ്യുന്ന, ചേർത്ത് പിടിക്കുന്ന കുടുംബാംഗങ്ങളാണ്. ചേട്ടന്റെ ജീവിത പങ്കാളിയുണ്ട്, മക്കളുണ്ട്, അവരൊന്ന് പരിചയപ്പെടുത്താമോ? തീർച്ചയായിട്ടും. നമ്മുടെ ഒരു വീട് എന്ന് പറയുമ്പോൾ നമുക്ക് എവിടെയായാലും നമുക്ക് ഇറങ്ങി പോകണമെങ്കിൽ, ഇപ്പോൾ ഞാനൊരു LIC ഏജൻറ്റ്, വണ്ടിയുടെ ഇൻഷുറൻസ് ഒക്കെ അടയ്ക്കുന്ന അങ്ങനെ ഒരു ജോലിയാണ്. അപ്പോൾ രാവിലെ ആൾക്കാരൊക്കെ കാണാനൊക്കെ പോവുക ചെയ്യുമ്പോൾ നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾ നോക്കാൻ നമ്മുടെ ഭാര്യ വേണം. അപ്പോൾ ഭാര്യയുടെ പരിപൂർണമായ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് എവിടെയും പോകാൻ പറ്റുന്നുള്ളൂ. ഇപ്പം രാവിലെ സ്വാഭാവികമായിട്ട് ഞാൻ പിള്ളേരെയും കൊണ്ട് സ്കൂളിലാക്കാൻ വേണ്ടി പോകുന്നു. അപ്പോൾ സമയത്തിന് ഭാര്യ അതെല്ലാം ചെയ്തു കൊടുക്കുന്നു. അവരെയും കൊണ്ട് കരാട്ടെ മത്സരങ്ങൾക്ക് നമ്മൾ കേരളത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിലേക്ക് ഞാൻ പോകാറുണ്ട്. എനിക്ക് 3 കുട്ടികളാണുള്ളത്. അപ്പം ഭാര്യ ഹൗസ് വൈഫാണ്, ജോലിയൊന്നുമില്ല. മൂത്ത 2 പിള്ളേർ എല്ലാവരും പഠിച്ചു അടുത്ത സ്ഥലത്തൊക്കെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പം അങ്ങനെ അവരെ കരാട്ടെ മത്സരത്തിൽ ചേർത്ത് ഞാൻ അവരെയും കൊണ്ട് പോകുമ്പോഴും വരുമ്പോഴും വെളുപ്പിനെ നമ്മൾ പോകും, പാതിരായ്ക്ക് വരും. അപ്പോൾ നമുക്ക് വേണ്ട സപ്പോർട്ട് ഭാര്യ തന്നെങ്കിൽ മാത്രമേ നമുക്ക് സമയത്ത് പോകാനും വരാനും ഒക്കെ പറ്റത്തുള്ളൂ. ഞാനൊരു ഹാൻഡിക്യാപ്ഡ് ആയതുകൊണ്ട് പല മേഖലകളിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന കണക്ക് ഓടിയെത്താൻ പറ്റുന്ന അവസ്ഥ. അപ്പോൾ ഓടിയെത്താൻ പറ്റാത്തതുകൊണ്ട് തന്നെ പല മേഖലകളിലും എനിക്ക് കുടുംബപരമായിട്ട് നോക്കുകയാണെങ്കിൽ ഞാൻ വളരെ സംതൃപ്തനാണ്. ദൈവികമായിട്ട് നോക്കുവാണെങ്കിൽ സഭാപരമായിട്ടും ഞാൻ വളരെ സന്തോഷവാനാണ്. കാരണം എൻ്റെ കുട്ടികളാരും, മൂത്ത മോക്കിപ്പം അവളെ MA BEd കഴിഞ്ഞ് UP-ൽ കനൗജ്, നമ്മുടെ ഇറ്റാവ രൂപതയുടെ കീഴിലുള്ള കനൗജിലുള്ള ഫിസിയോളജി ഇൻ്റർനാഷണൽ സ്കൂളിൽ പഠിപ്പിക്കാൻ വേണ്ടി ഈ ജൂൺ 24 ഇവിടുന്ന് പോയി. അപ്പോൾ അവിടെ 30 അവൾ ജോയിൻ ചെയ്തു. അപ്പം അവിടെ ചെന്നിട്ടും അവൾ നല്ല SP കോളേജ് പഠിക്കുമ്പോഴും അസംഷൻ കോളേജ് പഠിക്കുമ്പോഴൊക്കെ ടീച്ചേഴ്സിന്, അധ്യാപകർക്കൊക്കെ അവളോട് വലിയ ഇഷ്ടമായിരുന്നു. അതുകൂടാതെ 2ാമത്തെ മകൾ ഇവിടെ അടുത്ത് ചെത്തിപ്പുഴ സെൻറ്റ് തോമസ് ഹോസ്പിറ്റലിൽ നഴ്സിംഗ് പഠിക്കുകയാണ്, 4ാമത്തെ വർഷമാണ്. ഇളയ മകൻ ആണെങ്കിലും ഇപ്പം SB ഹൈസ്കൂളിലാണ് +2 പഠിക്കുന്നത്. അപ്പോൾ പലപ്പോഴും ഇവരൊക്കെ സ്പോർട്സിൽ മികവ് പുലർത്തിയതുകൊണ്ട് മാർക്ക് ചില സമയത്തൊക്കെ അഡ്മിഷൻ കിട്ടണമെങ്കിൽ മാർക്ക് കുറവാണെങ്കിൽ പോലും സ്പോർട്സ് കോട്ട ഉള്ളതുകൊണ്ട് പലപ്പോഴും ഇവർക്ക് അഡ്മിഷൻ്റെ കാര്യത്തിൽ യാതൊരു ബുദ്ധിമുട്ടുമില്ല. അപ്പോൾ ഇത് എന്നെ ശ്രമിക്കുന്ന പല ആൾക്കാരും ഞാൻ പറയാനുള്ള എൻ്റെ ഒരു അഭിപ്രായം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ കുട്ടികളിൽ നിന്ന് നമ്മൾ സ്വാഭാവികമായിട്ട് പറയാറുണ്ട്, വൈകുന്നേരം സ്കൂൾ വിട്ടു വന്നു കഴിഞ്ഞാൽ അവന് പഠിക്കാനുണ്ട്, അവനെ സ്പോർട്സിന് വിടാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ പള്ളിയിൽ എന്തെങ്കിലും ആത്മീയമായ പ്രവർത്തനങ്ങൾക്ക് വിടാൻ പറ്റത്തില്ല, അവൻ്റെ പഠിത്ത ഉഴപ്പം എന്നൊക്കെ പല പേരൻസും പറയാറുണ്ട്. എന്നെ സംബന്ധിച്ചോളം ഞാൻ എൻ്റെ പല പേരൻസും വീടുകളിൽ ഈ TV ഒക്കെ ഈ കേബിളിൻ്റെ കണക്ഷൻ കട്ട് ചെയ്യാറുണ്ട് 10ാം ക്ലാസ്സിലൊക്കെ വരുമ്പോൾ. പക്ഷേ എൻ്റെ വീട്ടിൽ ഞാൻ ഇന്ന് വരെ 10ാം ക്ലാസ് ആണെങ്കിലും +2 ആണെങ്കിലും ഡിഗ്രിക്കാണെങ്കിലും ഞാൻ ഒരു ചാനലും കട്ട് ചെയ്തിട്ടില്ല. അവർക്ക് TV കാണുന്ന സമയത്ത് അവർ TV കാണിക്കുന്നുണ്ട്, അവരുമായിട്ട് മത്സരങ്ങൾക്ക് പോകേണ്ട സമയത്ത് ഞാൻ മത്സരങ്ങൾക്ക് പോയിട്ടുണ്ട്. പള്ളിയിലെ പരിപാടി, ധ്യാനമാണേലും ഇടദിവസങ്ങളിലെ കുർബാനയാണേലും ഒക്കെ, അല്ലെ എൻ്റെ മോൻ അൾത്താരവാലിനാണ്, അവൻ പോകേണ്ട സമയത്താണ് അവൻ പോകുന്നുണ്ട്. അത് കഴിഞ്ഞ് അവന് പഠിക്കാൻ സമയമുണ്ട്. വൈകുന്നേരം 4 മണിക്ക് സ്കൂൾ വിടുന്ന കുട്ടികൾ 4, 5 മണി വീട്ടിൽ വന്നാൽ എത്രയാണേലും കുളിയും ജപം കഴിഞ്ഞ് പഠിക്കാൻ കയറുമ്പോൾ 7 മണിയാവാതെ പിള്ളേർ പഠിക്കാൻ കഴിയുന്നില്ല. അപ്പം പിള്ളേർക്ക് അവിടെ പോകണമെങ്കിൽ പഠിപ്പിച്ച് അങ്ങനെ പഠിപ്പിച്ചാലും എൻ്റെ പിള്ളേർക്ക് 96-97% മാർക്കുണ്ടായിരുന്നു. ഈ സ്പോർട്സിലെല്ലാം പോയിട്ട് മാർക്കുണ്ടായിരുന്നു. അപ്പോൾ എന്ന് പറഞ്ഞതുപോലെ നമ്മൾ കൊച്ചു കുട്ടികളെ ആണെങ്കിലും നമ്മൾ ചെറുപ്പത്തിൽ നമ്മൾ ദൈവത്തോട് ചേർത്ത് വളർത്തണം. വീട്ടിൽ സന്ധ്യാപ്രാർത്ഥന, സന്ധ്യയ്ക്ക് ഞങ്ങൾ വരയ്ക്കുമ്പോൾ 9:30 ആവും. സന്ധ്യാപ്രാർത്ഥന എന്ന് വരാൻ പറ്റത്തില്ല, രാത്രി പ്രാർത്ഥനയാണ്. അതിന് കാരണം എന്നാന്ന് ചോദിച്ചാൽ, മിക്കവാറും നമ്മൾ കരാട്ടെ പരിശീലനത്തിന് പോയിട്ട് അവിടെ നിന്ന് വീട്ടിൽ വരുമ്പോൾ 8:30 അത് കഴിഞ്ഞ് കുളിയെല്ലാം കഴിഞ്ഞാൽ കുറിച്ചേക്കാൻ പറ്റുന്നത്. അപ്പം നമ്മൾ ആ പരിപാടിക്ക് പോകുന്നത് കൊണ്ടാണ് രാത്രി പ്രാർത്ഥന സന്ധ്യാപ്രാർത്ഥന താമസിക്കുന്നത്. എല്ലാ ദിവസവും ഞങ്ങൾ പ്രാർത്ഥിക്കുക, 1-2 പാട്ടൊക്കെ പാടുക. കുടുംബത്തിലെ ഒരു വിശ്വാസത്തിലേക്ക് വരും. കുടുംബ ജീവിതത്തിലെ വിശ്വാസം അതെങ്ങനെയാണ്, അതൊന്ന് പറയാമോ? കുടുംബജീവിതത്തിലെ വിശ്വാസം സ്വാഭാവികമായിട്ട് ഞാൻ ചെറുപ്പം തൊട്ടേ ഒരു വൈദികനാവണമെന്ന് ആഗ്രഹം ഉള്ള വ്യക്തിയായിരുന്നു ഞാൻ. അപ്പോൾ അതുകൊണ്ട് പിന്നെ മാത്രമല്ല, എനിക്ക് അന്നും നമ്മളിപ്പോൾ എവിടെ പോകുമ്പോഴും നമുക്കൊരു, ഞാനിപ്പം ഈ ഹാൻഡിക്യാപ്ഡാണെന്ന് പറഞ്ഞാലും ഞാൻ ബൈക്ക് ഓടിക്കുന്നുണ്ട്. സാധാരണ ഹാൻഡിക്യാപ്ഡായിട്ടുള്ള ആൾക്കാർ പോകുന്നത് 3 വീലുള്ള വണ്ടിയല്ല, ഞാൻ 2 വീലുള്ള എൻ്റെ ബൈക്കിലാണ് ഞാൻ പോകുന്നത്. ഞാൻ പല സ്ഥലത്തും ചെന്ന് ബൈക്ക് പഠിച്ചുകൊണ്ട സമയത്ത് പല സ്ഥലത്തും വീണിട്ടുണ്ട് ബൈക്കിൽ. പക്ഷേ ഇന്ന് വരെ എനിക്കൊരു വലിയൊരു അപകടമൊന്നും, ബൈക്ക് തകർന്നു പോയിട്ടുണ്ട്, എനിക്കൊന്നും പറ്റിയിട്ടില്ല. അപ്പോൾ ബൈക്ക് പല സ്ഥലത്തും ഞാൻ ഭാര്യയും ഞങ്ങൾ 4 പേരും അല്ലെങ്കിൽ 5 പേര് വരെ ബൈക്കിൽ പോയിട്ടുണ്ട്. ഈ കാലം ഒരു കൈ ഒരു കാലം വേണത്തിൽ ഞാൻ ഈ 2 വീലർ എൻ്റെ ഭാര്യ ഇരുത്തും, ഫ്രണ്ടിൽ മോളെ ഇരുത്തും,
ഇടയ്ക്ക് ഒരാൾ ഇരുത്തി ഞങ്ങൾ നാല് പേര് അങ്ങനെ പോയിട്ടുണ്ട്. പക്ഷേ ഒരിക്കലും ഒരു അപകടവും പറ്റിയിട്ടില്ല, നമ്മൾ നോക്കിയാൽ പോകുന്നത്. അതുപോലെ തന്നെ ഇപ്പോഴും ഈ പ്രായമായി കഴിയുമ്പം ഈ ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് പ്രശ്നം വെച്ചാൽ അവരുടെ ശരീരത്തിൻ്റെ ബലം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, പ്രായം കൂടുന്നു. ഓരോ അസ്ഥികൾക്കും ബലക്കുറവാണ്. അപ്പം നടന്നു പോകുന്ന സമയത്ത് ഞാൻ പലപ്പോഴും വീഴാറുണ്ട്. ഇപ്പം നിങ്ങൾ ചുമ്മാ നമ്മൾ നടന്നു പോവുക, പെട്ടെന്ന് ഞാൻ അറിയാതെ എനിക്ക് എൻ്റെ കാലിൻ്റെ ബാലൻസ് താഴെ വീഴും. കഴിഞ്ഞ ദിവസം ചെത്തിപ്പുഴ ആശുപത്രിയിൽ നടന്ന അവിടെ സെൻറ് തോമസിലെ പരിപാടി ഉണ്ടായിരുന്നു. മോൾ അവിടെ പഠിക്കുന്നത്. മോളെ വിളിക്കാൻ വേണ്ടി പോയി കുറച്ച് പരിപാടിയൊക്കെ കണ്ട് അത് ഞങ്ങളെ വിളിക്കാൻ വേണ്ടി അവിടെ നമ്മൾ പെട്ടെന്ന് ഞാൻ തന്നെ അവിടെ അടിച്ചല്ലേ വീഴും. പക്ഷേ ഈ പൂച്ച താഴെ വന്ന് വീഴുന്നതൊക്കെ ഞാൻ വീഴുന്നത്. അപ്പോൾ ഞാൻ എപ്പോഴും അപ്പം പലരും ഞാൻ വീണ് കാണുമ്പോൾ ആൾക്കാർ ഓടി വരും. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങളുടെ ജേക്കബ് ചീരമ്പയിൽ വെച്ചാൽ ഞങ്ങളുടെ പള്ളി ഇരിക്കുന്നത്. അതിന് മുമ്പ് ഫാദർ ജോസ് മരിക്കുമ്പോൾ വെച്ചായിരുന്നു. അപ്പോൾ അച്ഛൻ പോകുന്നതിൻ്റെ തലേ ഞായറാഴ്ച അച്ഛനെ കാണാൻ വേണ്ടി അച്ഛൻ്റെ പള്ളി കൊണ്ടോട്ട് ഞാൻ കാലെടുത്ത് നോക്കാനും ഞാൻ അടിച്ചു ചെല്ലി വീണു. അച്ഛൻ അങ്ങ് പേടിച്ചു പോയി. അച്ഛൻ ഞങ്ങൾ വലിച്ചു നോക്കാൻ വന്നപ്പോൾ അച്ഛനോട് വെച്ചാൽ ഞാൻ എഴുന്നേറ്റോളാന്ന് പറഞ്ഞു. എനിക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹം കണ്ട ഒരു കുഴപ്പമില്ല. അപ്പം ഞാൻ അങ്ങനെ പലപ്പോഴും വീണാലും പക്ഷേ എനിക്കറിയത്തില്ല, ഇതുവരെ ഒന്നും പറ്റിയിട്ടില്ല അങ്ങനെ. അല്ലെ ഇത്രയും വെയിറ്റുള്ള ഞാനൊന്ന് വീഴുക എന്ന് പറയുമ്പം പല ആൾക്കാരും ചുമ്മാ വീട് കൈയും കാലും ഒക്കെ ഒടിയാറുണ്ട്. പിന്നെ എനിക്ക് കൂടുതലും ഞാൻ ഈ ജിംനാഷ്യത്തിലൊക്കെ കുറച്ചൊക്കെ വർക്കൗട്ട് ചെയ്യുന്നുണ്ട് എൻ്റെ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട്. അതും എനിക്കൊരു വീണാലൊന്നും പറ്റാത്തതിനൊരു കാരണമാണ് എന്നെനിക്ക് തോന്നുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞാൽ ആ ദൈവത്തിന് അപ്പം ഓരോ പ്രാവശ്യം ഞാൻ ബൈക്കിൽ പോകുമ്പോഴും ഞാൻ എറണാകുളത്തൊക്കെ ഞാൻ എൻ്റെ പിള്ളേരുമായിട്ട് ബൈക്കിൽ പോയിട്ടുണ്ട്. എറണാകുളം കടവന്തര നടക്കുന്ന കരാട്ടെ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കാൻ വേണ്ടി ഇത്രയും ദൂരെ ഞാൻ ബൈക്കിൽ എൻ്റെ 2 പെൺപിള്ളേരെ വെച്ച് പോകും. പക്ഷെ എൻ്റെ വൈഫിനും നല്ല ആത്മവിശ്വാസമാണ് ദൈവം കാത്തോളൂ എന്നുള്ളത്. കാരണം നമ്മൾ ട്രെയിനിലെ ബസ്സിലോ കയറിപ്പോയി ഒത്തിരി സമയം എടുക്കും. ബൈക്കിലാണ് നമുക്ക് 2-2.5 മണിക്കൂറിന് സുഖമായിട്ട് എറണാകുളത്ത് എല്ലാമായിരുന്നു. അപ്പോൾ അങ്ങനെ എത്ര ദൂരം വേണമെങ്കിലും ഞാൻ ഈ ബൈക്കിൽ പോകും. അപ്പോൾ അവിടെ എല്ലാം നമ്മൾ ഒരു ദൈവം താങ്ങാനുള്ളത് കൊണ്ടാണ്. അല്ലെങ്കിൽ എനിക്ക് ഈ കൈയും അല്ലെങ്കിൽ ഈ കാലും വെച്ചോണ്ട് ഇത്രയും ദൂരമൊക്കെ പോകാൻ പറ്റുമോ? അതൊരു വലിയൊരു അത്ഭുതമല്ലേ അത്. ഞാൻ പലപ്പോഴും വീണിട്ട് ഒരു കുഴപ്പമില്ല, ഇപ്പോഴും ഇങ്ങനെ നടക്കുന്നു. അതാണ് നമ്മൾ ചെറുപ്പം തൊട്ട് ദൈവത്തെ വിളിച്ച്. പിന്നെ അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്കിപ്പം കുടുംബപരമായിട്ടും അല്ലെ ആത്മീയപരമായിട്ടും യാതൊരു പ്രശ്നവുമില്ല. പിന്നെ എന്തെങ്കിലും ഉള്ളത് ഇച്ചിരി സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ. പക്ഷെ അവിടെയും എനിക്ക് ദൈവം എന്നെ കൈവിട്ടില്ല. കാരണം എൻ്റെ മൂത്ത മോളെ പഠിപ്പിക്കാൻ എനിക്ക് പൈസ ഇല്ലായിരുന്നു. കാരണം ഞാൻ പറഞ്ഞല്ലോ ഒരു LIC ഏജൻ്റ് എന്ന് പറയുമ്പോൾ അയാൾ 10 വരെ LIC പോളിസി എടുക്കുകയും ആ പോളിസിയുടെ പൈസ അവരടയ്ക്കുകയും അതിൽ നിന്ന് നിൽക്കുന്ന കമ്മീഷനാണ് അവരുടെ വരുമാനം. പക്ഷെ അത് കിട്ടാൻ ആളില്ലെങ്കിലോ ഏജൻറ്റുമാരുടെ എണ്ണം കൂടുതലായിട്ട് പോളിസി കിട്ടാൻ ബുദ്ധിമുട്ടാണ്, കമ്മീഷൻ കുറവാണ്. പക്ഷേ എൻ്റെ അമ്മയുടെ അമ്മച്ചിയുടെ ആങ്ങളമാരുടെ 2-3 പിള്ളേർ UK നേഴ്സുമാരായിട്ട് ജോലി ചെയ്യുന്നുണ്ട്. അവരെ ചെറുപ്പത്തിൽ എൻ്റെ വീട്ടിൽ ഇവിടെ നിർത്തി ഞാൻ പഠിപ്പിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അവരോട് ഞാൻ പറയുമ്പം ചേട്ടായി വിഷമിക്കേണ്ട, എത്ര രൂപ വേണ്ട എന്ന് ചോദിച്ചുകൊണ്ട് എൻ്റെ മൂത്ത മോളുടെ ഫീസ് അടയ്ക്കാനുള്ള പൈസ അവനെനിക്ക് തരിക ഉണ്ടായി. അവൾ BEd പഠിച്ച സമയത്ത്. അതുകൂടാതെ ഞാൻ കൂട്ടായ്മ ലീഡറായിരുന്നു. അപ്പോൾ ആ പ്രാവശ്യം നമ്മുടെ വിൻസെൻ്റ് ഇപ്പോൾ പള്ളിയിൽ നിന്ന് വിൻസെൻ്റ് ഇപ്പോൾ നമ്മുടെ ഇടവകയിലെ സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള ആൾക്കാരെ സഹായിക്കാനുള്ള ഒരു പദ്ധതി ഉണ്ടായിരുന്നു. അപ്പോൾ എന്നോട് പറഞ്ഞു നമ്മുടെ യൂണിറ്റിലുള്ള എല്ലാ ആൾക്കാരുടെയും ഡീറ്റെയിൽസ് ഒന്ന് പറയാൻ പറഞ്ഞു. അപ്പോൾ എനിക്ക് എല്ലാ ആൾക്കാരെയും അറിയാൻ വർഷങ്ങളായിട്ടുള്ളതുണ്ട്. ആ പറഞ്ഞ കൂട്ടത്തിൽ എന്നോട് ചോദിച്ചു ജെയിംസിൻ്റെ വീട്ടിലെ കാര്യങ്ങൾ പറയാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ എൻ്റെ പ്രവർത്തന രീതികളും എൻ്റെ വരുമാന കാര്യങ്ങളെല്ലാം പറഞ്ഞപ്പം അവർക്ക് തന്നെ സ്വയം തോന്നി ഏറ്റവും സഹായം അർഹിക്കുന്ന ഒരാളാണല്ലോ മുന്നിരിക്കുന്നതെന്ന്. അപ്പോൾ എനിക്ക് 2 പ്രാവശ്യമായിട്ട് എനിക്ക് നോക്കി അടയ്ക്കാനുള്ള ഫീസ് അവരൂടെ ബാക്കി പൈസ അവർ തന്നു. ഞങ്ങളുടെ തുരുത്തി ഇടവകയിലെ വിൻസെൻ്റ് പോളുകാർ, അവരോടുള്ള നന്ദിയും അതിന് സഹായിച്ച ഒരാളുണ്ട് പുള്ളിയോടൊക്കെയുള്ള ഒരു നന്ദി ഞാൻ മനസ്സിൽ ഓർക്കുകയാണ്. പിന്നെ നേഴ്സിംഗ് പഠിക്കുന്ന മോൾക്ക് ചെത്തിപ്പുഴയിലാണ് പഠിക്കുന്നത്. അവളെ പഠിപ്പിക്കാൻ ബുദ്ധിമുട്ടുള്ളപ്പോഴും എൻ്റെ ഇളയ പെങ്ങൾ ഓസ്ട്രേലിയൻ നേഴ്സാണ്. അപ്പം നമ്മളെ സ്വന്തക്കാരായിട്ടുള്ള ചില ആൾക്കാരുടെയൊക്കെ തന്നെ ഞാൻ സഹായം ചോദിച്ചിരുന്നെങ്കിലും അവരൊക്കെ നമ്മൾ കൈയൊഴിഞ്ഞു. അപ്പോൾ ഇളയ പെങ്ങൾ പറഞ്ഞു നീയൊക്കെ എന്താ ബുദ്ധിമുട്ട്? ഇളയ അളിയനും ഇളയ പെങ്ങളും എന്നെ വിളിച്ച് ചോദിച്ചു. അങ്ങനെ അവളെ പഠിപ്പിക്കാനുള്ള പൈസ മൊത്തം അവരാണ് സ്പോൺസർ ചെയ്യുന്നത്. ഇപ്പോൾ ഇളയ മോൻ +2 പഠിക്കുന്നു. അവനെ നേഴ്സിങ്ങിന് വിട്ടാൽ മതി, അവനെ ഞങ്ങൾ തന്നെ പഠിപ്പിച്ചോളാമെന്നാണ് എൻ്റെ ഇളയ പെങ്ങൾ പറഞ്ഞിരിക്കുന്നത്. അപ്പം വരുമാനമില്ല എന്ന് പറഞ്ഞാലും സ്വാഭാവികമായിട്ടും അങ്ങനെ എന്നെ സഹായിക്കാൻ എൻ്റെ പെങ്ങന്മാർ എൻ്റെ പെങ്ങൾ അല്ലെങ്കിൽ എൻ്റെ അളിയൻ അവർ മുന്നിൽ നിന്നുകൊണ്ട് എനിക്ക് എൻ്റെ പിള്ളേരെ പഠിപ്പിക്കാൻ പറ്റി. അപ്പം എൻ്റെ കയ്യിൽ വരുമാനമില്ല എങ്കിൽ പോലും പലപ്പോഴും ഈ സ്വാഭാവികമായിട്ടും മത്സരത്തിൽ പോകാൻ പൈസ ഇല്ലാതെ വരും. ഇപ്രാവശ്യം പഞ്ചഗുസ്തി ചാമ്പ്യൻഷിപ്പിന് തൃശ്ശൂർ പോകണമായിരുന്നു, പൈസ എൻ്റെ ഇല്ലായിരുന്നു. അപ്പോൾ എൻ്റെ ഒരു സുഹൃത്താണ് എന്നെ സഹായിച്ചത്. അത് ഞാൻ പ്രതീക്ഷിച്ചല്ല. അപ്പോൾ ഞാൻ വർത്തമാനം പറഞ്ഞ കൂട്ടത്തിൽ ഇങ്ങനെ പോകണമായിരുന്നു, എൻ്റെ പൈസ ഇല്ല, എന്നാ ചെയ്യും?
എത്രയാണ് വേണ്ടതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇത്ര രൂപ വേണ്ടേ പോയിട്ട് വരാം എന്ന് പറഞ്ഞു. അതിന് ജെയിംസ് തരാമെന്ന് പുള്ളി ഗൂഗിൾ പേ വഴി ഇട്ടു. അപ്പോൾ അതൊക്കെ ഒരു ഞാൻ പള്ളിയുമായിട്ട് ചേർന്ന് നിൽക്കുന്നതുകൊണ്ടും അങ്ങനെ നിൽക്കുന്നുണ്ടല്ലേ എനിക്ക് ഇവരെയൊക്കെ പരിചയപ്പെടാൻ പറ്റുന്നത്. ഞാൻ പള്ളിയിൽ പോകാതെ മാറി നിൽക്കുക വല്ല കടത്തുന്നതിലോ അവിടെ ഇവിടെ നിൽക്കുകയാണെങ്കിൽ എനിക്ക് ഈ നല്ലവരായ വൈദികരെയോ അല്ലെങ്കിൽ ഇതുപോലെ സുഹൃത്തുക്കളെ പരിചയപ്പെടാനോ അവരിൽ നിന്ന് ഇങ്ങനൊരു സഹായം കിട്ടാനോ ഒന്നും സാധിക്കുന്നില്ല. അപ്പം നമ്മുടെ സംഘടനാ പ്രവർത്തനം വെച്ചാൽ പള്ളിയിലെ ആത്മീയമായിട്ടുള്ള സംഘടനയിൽ പ്രവർത്തിക്കുന്ന പ്രവർത്തനങ്ങളും അതൊക്കെ സ്വാഭാവികമായിട്ടും എൻ്റെ മുന്നോട്ടുള്ള കാര്യത്തിൽ ഒത്തിരി സഹായമായിട്ടുണ്ട്. ജെയിംസ് ചേട്ടാ, നമുക്ക് പഞ്ചഗുസ്തിയിലേക്ക് തന്നെ തിരിച്ചു വരാം. ചേട്ടൻ്റെ ഒരു ഹാൻഡിക്യാപ്പ് പ്രശ്നങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോൾ നമ്മൾ ഇടത് കൈക്ക് സ്വാധീനമില്ല, കൈ അങ്ങനെ തന്നെ ഇരിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. വലത് കൈ കൊണ്ടാണ് ചേട്ടൻ മത്സരിക്കുന്നത്. അതൊരു പവർഫുൾ ഹാൻഡ് തന്നെയല്ലേ? അപ്പൊ എന്തൊക്കെ ലെവലാണ് നമ്മുടെ ഈ പഞ്ചഗുസ്തി മത്സരത്തിനുള്ളത്? എങ്ങനെയാണ് പഞ്ചഗുസ്തി മത്സരത്തിലേക്ക് എത്തിപ്പെടുന്നത്? അത് സ്വാഭാവികമായിട്ട് നമുക്ക് എല്ലാ വർഷവും നവംബർ മാസം ആകുമ്പോഴത്തേക്കാണ് കോട്ടയം ജില്ല അതാത് ഡിസ്ട്രിക്ട് ലെവലിലുള്ള പഞ്ചഗുസ്തി ചാമ്പ്യൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിപ്പം നമ്മുടെ ഓരോ ജിംനേഷ്യം കേന്ദ്രീകരിച്ചാണ് ഇതിൻ്റെ അറിയിപ്പുകൾ വരുന്നത്. അപ്പോൾ ജിംനേഷ്യത്തിൽ വരുന്ന ആൾക്കാരെ അസോസിയേഷൻകാർ അറിയിക്കും ഞങ്ങളുടെ മത്സരം നടക്കുന്നുണ്ട്. സ്പോർട്സ് കൗൺസിലിൻ്റെ അംഗീകാരമുള്ളതാണ്. കുട്ടികൾക്ക് ആ സർട്ടിഫിക്കറ്റ് കൊണ്ട് സ്വാഭാവികമായിട്ട് നമ്മുടെ മത്സരത്തിൽ ഏത് കുട്ടികൾ പോയാലും ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് വരെ കിട്ടുന്ന കുട്ടികൾക്ക് അഡ്മിഷനും ജോലിക്കും ഒക്കെ ഗ്രേസ് മാർക്ക് ഉള്ളതാണ്. സ്പോർട്സ് കോട്ട വഴി അഡ്മിഷൻ കിട്ടുന്നതാണ്. അപ്പോൾ എനിക്ക് അതുകൊണ്ട് പ്രയോജനമൊന്നുമില്ല. പക്ഷെ ഞാനിത് പോകുന്നത് എൻ്റെ മക്കൾക്ക് വേണ്ടിയാണ്. കാരണം അവനെ പ്രോത്സാഹിപ്പിക്കണമെങ്കിൽ ഞാനും കൂടെ പോകുമ്പോൾ അവൻ എൻ്റെ കൂടെ വരത്തില്ല. അപ്പോൾ അങ്ങനെ അവനെയും കൊണ്ടുവരുന്നുണ്ട്. പക്ഷേ കൊച്ചുകുട്ടികളുടെ മുതിർന്നവരുടെയൊക്കെ മത്സരം പക്ഷേ ടൈറ്റാണ്. നല്ലവണ്ണം പ്രാക്ടീസ് ചെയ്തതിൻ്റെ പ്രയോജനമുള്ളൂ. പക്ഷേ എൻ്റെ മത്സരത്തിൽ ആൾക്കാരുടെ എണ്ണം 5, 6, 7 പേരൊക്കെ കാണുന്നത്. മറ്റവരുടെയൊക്കെ 10, 30 പേരൊക്കെ കണ്ടതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ പിന്നെ മറ്റുള്ള പലപ്പോഴും ഈ പ്രാവശ്യം ഞാൻ സെക്കൻഡായിപ്പോയി. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ എൻ്റെ വലത്തെ കാലും ഇടത്തെ കൈക്കുമാണ് കംപ്ലൈൻറ്റ്. അപ്പോൾ നമ്മളൊക്കെ പരിശീലിക്കുമ്പോൾ നമ്മൾ ഈ ഡമ്പിളൊക്കെ ഇട്ട് പരിശീലിക്കുമ്പം നമ്മുടെ 2 വർഷത്തെ ഡമ്പിളിടുമല്ലോ, അതിങ്ങനെ എടുത്ത് ഇങ്ങനെ അടിക്കുന്നു. അപ്പോൾ ഓരോ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ കൈ വേണാത്തത് കൊണ്ട് എനിക്ക് പലപ്പോഴും ഈ കൈ അങ്ങ് വിട്ടുപോകും. അപ്പോൾ എൻ്റെ കൂടെ മത്സരിക്കാൻ വന്ന ആൾക്കാർ അവരുടെ കാലിൻ്റെ കംപ്ലൈൻറ്റ്, കൈക്ക് കുഴപ്പമില്ല. അപ്പോൾ 2 കൈ കൊണ്ട് അവർക്ക് 20, 30, 40, 50 കിലോ എടുത്ത് അവർക്ക് അടിക്കാൻ പറ്റും. അവർക്ക് 2 കൈ കണ്ട് ആ പല മോഡലിൽ ഇത് ചെയ്യാൻ പറ്റും. അപ്പോൾ എനിക്ക് പക്ഷേ ഈ കൈയുടെ ഇതുള്ള എന്നാൽ എനിക്ക് വേണ്ട ഒറ്റ കൈ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് വേണം കൂടുതൽ ചെയ്യാം. പക്ഷേ അത് ഒറ്റ കൈ കൊണ്ട് എൻ്റെ ഈ കൈ കണ്ടമാനം അങ്ങ് വണ്ണം വെക്കും. ഈ കൈ അങ്ങ് കണ്ടമാനം ചോദിച്ച് കാണാൻ വൃത്തികളാണ്. പിന്നെ വർഷങ്ങളായിട്ട് ഈ കൈ കൊണ്ട് ഇങ്ങനെ ചെയ്ത് എൻ്റെ ഈ കൈയുടെ ഇടയ്ക്കിരിക്കുന്ന ഞരമ്പ് എല്ലുമായിട്ട് ഇപ്പം ജാം ആവുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ബൈക്കൊക്കെ ഓടിക്കുമ്പോൾ ജോലി ചെയ്യുമ്പോൾ കൈ മരയ്ക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഡോക്ടറെ കാണിച്ച് പുറത്തുള്ള ഡോക്ടറെ കാണിച്ച് എക്സ്റേ എടുത്തപ്പം ഇവിടെ ഇങ്ങനെ കൈ വർഷങ്ങളായിട്ട് ഈ കൈ കൊണ്ട് തന്നെ ജോലി ചെയ്യുന്നുണ്ട്, വീണ്ടും ചെയ്യുന്നുണ്ട്. ഈ ഞരമ്പുകൾ ഈ എല്ലുമായിട്ട് ജാം ആവുന്നതാണ്. അത് കീറി ഇവിടെ പ്ലാസ്റ്റിക്കിൻ്റെ കോയിൽ കയറ്റിയിട്ടിട്ട് ഓപ്പറേഷൻ ചെയ്യാമെങ്കിൽ അത് മാറും എന്നാണ് ഡോക്ടർമാർ പറഞ്ഞത്. പക്ഷേ എന്നാലും എനിക്കത് ചെയ്യിക്കാൻ ധൈര്യമില്ല. ആകെപ്പാടെയുള്ളത് ഈ കൈയാണ്. ഇതിനെന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഇന്നത്തെ കാലത്ത് ഡോക്ടർമാർ ഒത്തിരിയൊക്കെ ശസ്ത്രക്രിയകൾ വിജയിപ്പിക്കുന്നുണ്ടെങ്കിലും ചുരുക്കം ചില സമയത്തെങ്കിലും പരാജയപ്പെടുന്ന കാഴ്ചകൾ നമ്മൾ കാണുന്നു. അപ്പോൾ ഈ കൈക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ ഞാൻ എങ്ങനെ കാര്യങ്ങൾ മുന്നോട്ടു? അതുകൊണ്ട് ഓപ്പറേഷൻ ഒന്നും വേണ്ട എന്ന് തീരുമാനിച്ചു. അപ്പം ഉള്ള സെക്കൻഡെങ്കിൽ സെക്കൻഡ്, തേർഡെങ്കിൽ തേർഡ്, ഇനി ഒന്നും കിട്ടിയില്ലെങ്കിലും പങ്കെടുക്കാൻ പറ്റുക എന്നുള്ളൊരു ഭാഗ്യമല്ലേ, അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ ചേട്ടാ ഇനി നമുക്ക് വരാൻ പോകുന്നത് ലോക പഞ്ചഗുസ്തി മത്സരമാണ്. ലോക പഞ്ചഗുസ്തി മത്സരത്തിലേക്ക് യോഗ്യത നേടിയിട്ടുണ്ട്, ഒപ്പം ഏഷ്യൻ ഗെയിംസിലേക്കും യോഗ്യത നേടിയിട്ടുണ്ട്. ശരിക്കും പറയുമ്പോൾ തന്നെ നമുക്കിതാ ചെറിയൊരു റൊമാൻറ്റിഫിക്കേഷൻ ഒക്കെ വരുന്നുണ്ട്. കാരണം അത്രയും അഭിമാനമുള്ള ഒരു കാര്യമാണ് നമ്മുടെ ചങ്ങനാശ്ശേരിയിൽ നിന്ന് ഒരാൾ ഏഷ്യൻ ഗെയിംസിലേക്കൊക്കെ മത്സരിക്കുക എന്ന് പറയുന്നത്. ചേട്ടാ, അപ്പൊ നമ്മുടെ ഇനി ലോക പഞ്ചഗുസ്തി മത്സരത്തിൽ പങ്കെടുക്കുന്നുണ്ടോ? എന്നാണ് അതിന്റെ ഡേറ്റും കാര്യങ്ങളും ഒക്കെ? അത് ഞാൻ പ്രേക്ഷകർക്ക് വേണം വിട്ടുകൊടുക്കാൻ വേണം. കാരണം ഇത് കാണുന്ന ആരിൽ പ്രേക്ഷകർ പറയുകയാണ്. അപ്പോൾ എൻ്റെ പ്രശ്നം ഞാൻ നേരത്തെ പറഞ്ഞു, സാമ്പത്തികമാണ് നമ്മുടെ പ്രശ്നം. അപ്പം സാമ്പത്തികം വെച്ചാൽ നമ്മുടെ നാട്ടിൽ ഒത്തിരി സ്പോർട്സ് മേഖലകളിലും കുറച്ച് സ്ഥലത്തൊക്കെ ആൾക്കാരൊക്കെ പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാർ, പഠിക്കാൻ പൈസ ഇല്ലാതെ പഠിക്കുന്നവർക്ക് പഠിക്കാൻ ബുദ്ധിമുട്ടുള്ളവരുണ്ട്. സ്പോർട്സിൽ പങ്കെടുക്കാൻ പറ്റാതെ ഒത്തിരി കുട്ടികൾ, ഓടാൻ പോകുന്ന കുട്ടികൾക്ക് കാലിടാനുള്ള ബൂട്ട്സ് ഇടാൻ മേലാതെ ഒക്കെ പറയുന്നുണ്ട്. എൻ്റെ പ്രശ്നം അത് തന്നെയാണ്. ഇപ്പം സെപ്റ്റംബർ മാസത്തിൽ ബൾഗേറിയയിൽ നടക്കുന്ന ലോക പഞ്ചഗുസ്തി ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കാനുള്ള യോഗ്യതയുണ്ട്. അപ്പം അവിടെ പോകണമെന്നുണ്ടെങ്കിൽ ഈ മാസം 15-ാം തീയതിക്കുള്ളിൽ നമ്മൾ അവിടെ പേര് കൊടുക്കും. അവിടെ പോകണമെങ്കിൽ നമുക്ക് ഫ്ലൈറ്റ് ചാർജ് 6 ദിവസം അവിടെ 6 ദിവസം രാത്രിയിൽ 6 പകൽ തങ്ങണം. ഫ്ലൈറ്റിൻ്റെ ചാർജുണ്ട്. അതിന് 1,60,000 രൂപ നമ്മൾ
അതിൻ്റെ ചിലവ് തന്നെയുണ്ട്, മറ്റ് ചിലവുകൾ വേറെ വരും. അതിപ്പോൾ നമ്മൾ ആരെങ്കിലുമൊക്കെ സ്പോൺസർ ചെയ്താൽ തീർച്ചയായിട്ടും ഞാൻ ലോക പഞ്ചഗുസ്തി ചാമ്പ്യൻഷിപ്പ് പങ്കെടുക്കും. ഒരുപക്ഷെ സമ്മാനം കിട്ടിയില്ലെങ്കിൽ പോലും പങ്കെടുക്കാൻ പറ്റുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു ഭാഗ്യമാണ്. അതുകൂടാതെ നമ്മുടെ ഈ വർഷത്തെ നടക്കുന്ന ഏഷ്യൻ ഗെയിംസിൽ പങ്കെടുക്കാനുള്ള അവസരമുണ്ട്. പക്ഷെ അത് നമ്മുടെ രാജ്യവും ഡേറ്റും നിശ്ചയിച്ചിട്ടില്ല, അതിന് ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നില്ല എവിടെ വെക്കണം എന്നുള്ളത്. അവിടെ പങ്കെടുക്കണമെങ്കിൽ ഇതുപോലെ തന്നെ സ്പോൺസർഷിപ്പ് വേണം. അപ്പം നമുക്ക് ഞാൻ പറയുവാണ്, ഇപ്പോൾ ഇത് കാണുന്ന ധാരാളം ആൾക്കാർ കാണുന്നുണ്ടാവാം ഒരു പക്ഷേ. അപ്പം കുറേശ്ശെ പൈസയെങ്കിലും തന്നു സഹായിച്ചാൽ എനിക്ക് ലോക പഞ്ചഗുസ്തി ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കാൻ പറ്റും. അതും ഈ 15-ാം തീയതിക്കുള്ളിലാണ്. ഇപ്പോൾ ഇത് ജൂലൈ ആണ്, ഇന്ന് തീയതി 7-ആണ്. ഈ 15-ാം തീയതിക്കുള്ളിൽ നമ്മൾ പേര് കൊടുത്തെങ്കിൽ മാത്രമേ എനിക്ക് പോകാൻ പറ്റത്തുള്ളൂ. കാരണം വിസ പ്രോസസ്സിങ് പരിപാടികളും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത്. അപ്പം നമുക്ക് ചങ്ങനാശ്ശേരി അതിർവതിക്കോ പക്ഷേ കോട്ടയത്തിനോ ഇനിയും ബൾഗേറിയയിൽ പോയി എനിക്കൊരു ഫസ്റ്റോ സെക്കൻഡോ ഒക്കെ അടിക്കാൻ പറ്റിയാൽ അത് വലിയൊരു നേട്ടമാണ്, നമുക്ക് നമ്മുടെ രൂപതയ്ക്ക് ഒരു അഭിമാനമാണ്. അപ്പോൾ അത് ഞാൻ പ്രേക്ഷകർക്ക് വിട്ടുകൊടുത്തിരിക്കുകയാണ്. ഞാൻ മത്സരത്തിൽ പങ്കെടുക്കാൻ പോകാൻ നിങ്ങൾ സഹായിക്കുമോ എന്നുള്ളത് എനിക്കറിഞ്ഞുകൂടാ. ഒരുപാട് പ്രതിസന്ധികളെ അഭിമുഖീകരിച്ച് ജീവിതത്തിൽ വലിയൊരു നേട്ടം കൈവരിച്ചിരിക്കുന്ന ആളാണ് നമ്മുടെ പ്രിയപ്പെട്ട ജെയിംസ് ഏട്ടന് വലിയ ആഗ്രഹമാണ് ലോക പഞ്ചഗുസ്തി മത്സരം. ഒപ്പം നമുക്കൊരു അഭിമാനം കൂടിയാണ് നമ്മുടെ ചങ്ങനാശ്ശേരിയിൽ നിന്ന് ഒരാൾ അങ്ങനെ ഒരു വേദിയിൽ എത്തിപ്പെടുക എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒക്കെ ജെയിംസ് ഏട്ടനെ സഹായിക്കാൻ സാധിക്കുമെങ്കിൽ അത് ചെയ്യുക. അപ്പോൾ ജെയിംസ് ഏട്ടൻ നമുക്ക് എല്ലാവർക്കും ഒരു അഭിമാനമാണ്. ജെയിംസ് ഏട്ട ഇതുപോലെ സ്പോർട്സിനെ ഇഷ്ടപ്പെടുന്ന, അല്ലെങ്കിൽ ജീവിതത്തിൽ ഇങ്ങനെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ ഉണ്ടാകുമ്പോൾ വിശ്വാസവും ദൈവത്തെയും ഒക്കെ ഇട്ടകന്നു പോകുന്ന ഒരുപാട് പേരെ നമ്മൾ കാണാറുണ്ട്. അങ്ങനെയുള്ളവർക്ക് മുൻപിൽ വലിയൊരു മാതൃകയാണ് ജെയിംസ് ഏട്ടൻ. കാരണം ജീവിതത്തിലെ പ്രശ്നങ്ങളെ എല്ലാം നേരിട്ട് ഇതാ വലിയൊരു വിജയം കൈവരിച്ചിരിക്കുകയാണ്. ഇങ്ങനെ ജീവിതത്തിലെ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടാകുമ്പോൾ അതൊക്കെ ഇട്ടിട്ട് ഓടി പോകുന്നവരോട്, അല്ലെങ്കിൽ ജീവിതത്തിലെ ലക്ഷ്യങ്ങളെയൊക്കെ പാതി വഴിയിൽ ഉപേക്ഷിച്ച് പോകുന്നവരോട് ജെയിംസ് ഏട്ടൻ എന്താണ് പറയാനുള്ളത്? കുടുംബപരമായിട്ടും ദൈവികമായിട്ട് ഞാൻ വളരെ സന്തോഷമാണ്. എപ്പോഴും നമുക്ക് എല്ലാവർക്കും സാമ്പത്തികമാണ് പ്രശ്നം. പക്ഷേ എന്നാൽ സാമ്പത്തികം എനിക്ക് ബുദ്ധിമുട്ടാണ്, അല്ലെങ്കിൽ എനിക്ക് ഈ വർഷം എനിക്ക് LICക്കകത്ത് എനിക്ക് ടാർജറ്റ് തയ്ക്കാൻ പറ്റിയില്ല, അതുകൊണ്ട് ഞാൻ ഇനി പള്ളിയിൽ പോകുന്നില്ല, അല്ലെങ്കിൽ ഞാൻ ഇന്ന ആൾക്കാരുടെ പോളിസി ചോദിച്ചാൽ അവർ തന്നില്ല, അതുകൊണ്ട് ഞാൻ ഇനി അവരോട് മിണ്ടത്തില്ല, അങ്ങനെയുള്ള നിലപാടുകളൊന്നും എനിക്കില്ല. ദൈവം എപ്പോൾ കാണാൻ എന്നാ ചോദിച്ചാൽ എനിക്ക് എപ്പോഴും എല്ലാ വർഷവും അവസാന നിമിഷം എൻ്റെ ലൈസൻസ് കട്ട് ചെയ്യാതിരിക്കാനുള്ള പോളിസിയെങ്കിലും എവിടെ നിന്നെങ്കിലൊക്കെ എൻ്റെ തമ്പുരാൻ കൊണ്ട് തരുന്നുണ്ട്. അതുകൂടാതെ എൻ്റെ കുട്ടികളുടെ പഠന ആവശ്യങ്ങൾ ഞാൻ ചോദിക്കാതാണ് എൻ്റെ സഹോദരിയാണേലും, അല്ലെങ്കിൽ ഞങ്ങളുടെ വിൻസെൻ്റ് ഇപ്പോൾ ആണെങ്കിലും എൻ്റെ അമ്മാമ്മയുടെ പിള്ളേരാണേലും അവരോട് ഞാൻ ചുമ്മാ ഒന്ന് സൂചിപ്പിച്ചപ്പോൾ തന്നെ അവർ തന്നെ സഹായിക്കും. അപ്പം അതൊക്കെ നമ്മൾ കാരണം ഒരു രീതിയിലല്ലേ മറ്റൊരു തരത്തിൽ ദൈവം നമ്മളെ സഹായിക്കും. പക്ഷേ ദൈവത്തിൽ നിന്ന് അകന്ന് മറ്റുള്ള മയക്കുമരുന്നോ മദ്യപാനമോ അല്ലെങ്കിൽ പള്ളിയിലെ ഇതിനൊക്കെ അകന്ന് മാറി ജീവിച്ചുകൊണ്ട് അങ്ങനെ മാറി ജീവിക്കുന്ന ആരെങ്കിലും എന്തെങ്കിലും നേട്ടം കൈവരിച്ചായിട്ട് ഞാൻ കണ്ടിട്ടില്ല. കാരണം നമുക്ക് എല്ലാ ആൾക്കാർക്കും എത്ര വലിയവനായാലും നമുക്ക് അവസാനം നമ്മൾ സങ്കടപ്പെടുകയും നമ്മുടെ വിഷമങ്ങൾ പറയുന്നത് ദൈവത്തോടാണ് പറയുന്നത്, വേറെ ആരോട് പറയാനാണ്? ദൈവം വിചാരിച്ചാൽ കണ്ണു തുറന്നാൽ നമ്മൾ രക്ഷപ്പെടും എന്നൊരു വിശ്വാസമുണ്ട്. ഇപ്പം എൻ്റെ ഞാൻ എന്താ പറയുക, +2 അന്ന് പ്രീ ഡിഗ്രി വരെ പഠിച്ചിട്ടുള്ളൂ. എൻ്റെ അമ്മ 7ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ. അമ്മയുടെ കാര്യം ഞാൻ പ്രീ ഡിഗ്രി വരെ പഠിച്ചു. അപ്പം അതിപ്പോൾ എൻ്റെ മക്കൾ പക്ഷേ പഠിക്കുമ്പോൾ അപ്പോൾ അവർ മോൾ MA BEd എടുത്തു, രണ്ടാമത്തെ മോൾ നഴ്സിംഗ്. അവിടെ എല്ലാവരും തന്നെ പഠിത്തത്തിൽ ആരും മോശമല്ലായിരുന്നു, ന്യായമായിട്ട് നല്ല പഠിച്ചു. അത് പഠിത്തത്തിലാണെങ്കിലും സ്പോർട്സിലാണെങ്കിലും പിന്നെ എന്താ പറയുക, ഇടയ്ക്ക് 1-2 സിനിമകളിലൊക്കെ അഭിനയിക്കാനുള്ള അവസരം എൻ്റെ മോക്കുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ അതിലേക്ക് കൂടുതലായിട്ടൊന്നും പോയില്ല, കാരണം പഠിത്തത്തിൽ അതിലേക്ക് പോയാൽ അതൊരു ഭാഗ്യപരീക്ഷണമാണ്. പക്ഷേ പഠിത്തത്തോടായിരുന്നു കൂടുതൽ താല്പര്യം. അതുകൊണ്ട് ഞങ്ങൾ അതിൻ്റെ പുറകെ പോയില്ല. 2 സിനിമ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അതിൻ്റെ പിന്നെ പോയില്ല. അപ്പോൾ ഇപ്പോൾ അത് കഴിഞ്ഞ് വേറെ സിനിമയിൽ വിളിച്ചു, ഞങ്ങൾ താല്പര്യമില്ല എന്ന് പറഞ്ഞ് അങ്ങനെ പഠിത്തം. അവൾ ടീച്ചറായിട്ട് ജോലി ചെയ്യുന്നു. രണ്ടാമത്തെ മോൾ നഴ്സിംഗ് ആയിട്ട് അവൾക്ക് ശമ്പളമാകുമല്ലോ, അവൾ ജോലി 1 മാസമായില്ല, കയറിയിട്ട് 10-12 ദിവസം ആകുന്നുണ്ട്. അപ്പോൾ അവൾക്ക് സ്വന്തമായിട്ട് ദൈവം ഒരു വഴി തുറന്നു കൊടുത്തു. അത് നമ്മുടെ ഓർക്കണം, നമ്മുടെ രൂപതയുടെ തന്നെ ഇറ്റാവ രൂപത ചങ്ങനാശ്ശേരി അതിലൂടെ കീഴുള്ളതാണ്. അപ്പോൾ അവിടെ തന്നെ ഒരു ജോലി കിട്ടി. ഇപ്പോൾ മോൾ പഠിക്കുന്നത് നമ്മുടെ തന്നെ സഭയുടെ ഒരു നഴ്സിംഗ് സ്ഥാപനത്തിലാണ് അവൾ പഠിക്കുന്നത്. മോൻ പഠിക്കുന്നത് SB ഹയർ സ്കൂളിലാണ്. അപ്പോൾ എല്ലാം നമ്മൾ സഭയുടെ സ്ഥാപനത്തിൽ തന്നെയാണ് നമ്മുടെ പിള്ളേർ പഠിക്കുന്നത്. അപ്പം സഭയോട് ചേർന്ന് നിൽക്കുകയും അവരൊക്കെ എന്തെങ്കിലും നമുക്ക് എൻ്റെ രീതി പറഞ്ഞാൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇപ്പൊ ജെയിംസ് ചേട്ടാ, നമുക്കൊന്ന് പഞ്ചഗുസ്തി ഒന്ന് പരീക്ഷിച്ച് നോക്കിയാലോ? ഈ കയ്യിൽ പിടിക്കാൻ എനിക്കൊരു പേടിയുണ്ട്, കാരണം ഒരുപാട് പ്രതിസന്ധികളെയും പ്രശ്നങ്ങളെയും ഒക്കെ തരണം ചെയ്ത് വിജയിച്ചു വന്നൊരു കൈയാണ്. എങ്കിലും ചുമ്മാ ഒന്ന് നോക്കുവാണ്. എങ്ങനെയാണ് പിടിക്കണ്ടേ? ഇങ്ങനെ പിടിക്കണം, കൈ ഇങ്ങനെ ഈ കൈ മേലെ പിടിച്ചപ്പോ തന്നെ നല്ല സ്ട്രോങ് ആണ്. അപ്പം
ഈ കൈ സാധാരണ ഈ വിരൽ ഇതിന് മേളിൽ വെക്കണം. ഈ വിരല് ചെയ്യുന്നുണ്ടോ? ഓക്കെ, എനിക്ക് എത്തുന്ന പോലും ഇല്ല. ഓക്കെ, അങ്ങനെ എത്തണം. അതങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അത് സ്വാഭാവികമായിട്ട് നമ്മൾ ആ ഒരു റഫറിമാർ കാണുമല്ലോ, ആ റഫറിമാർ നമുക്ക് രണ്ടുപേരുടെ കൈ വിരൽ പിടിച്ചിരിക്കുന്നതെല്ലാം കറക്റ്റ് ആണോ എന്നെല്ലാം അവർ നോക്കും. അതിനുശേഷം നമ്മൾ കൈ രണ്ടുപേരുടെയും കൈകൾ ഇവിടെ ഇങ്ങനെ ഉറപ്പിച്ച് വെക്കുകയാണ് ചെയ്യുന്നത്. ഉറപ്പിച്ച് വെക്കുമ്പോൾ ഇത് നമുക്ക് പിടിക്കാൻ വേണ്ടി സ്റ്റാൻഡ് ഉണ്ടാവും. ഈ കൈ നിങ്ങൾ പിടിക്കുന്നു. അതിനുശേഷം അവർ അടിച്ചു കഴിഞ്ഞാൽ മത്സരം എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരു 5 സെക്കൻഡ് പോലും കാണത്തില്ല. റഫറി അങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ ഒറ്റയടി. ടൈമിങ് നമ്മൾ ഇങ്ങനെ നോക്കി നിൽക്കുക, നമ്മൾ ഇങ്ങനെ നിൽക്കുക. റഫറി ആ സിഗ്നൽ തരാനും ആ സെക്കൻഡിൽ ഒറ്റയടി അടിക്കും. ആ ഇവിടെ അടിക്കുന്നവർ എന്തുണ്ട് അവിടെ കൊണ്ട് കൈ മുട്ടിക്കുക, എതിരാളുടെ ഇവിടെ മുട്ടിക്കുക എന്നുള്ളതാണ്. അപ്പം നമ്മൾ ഇപ്പോൾ ചിലർ നമ്മൾ ഇപ്പോൾ തിരിച്ചു പിടിക്കും, എന്നാൽ പോലും ഒരു 12-13 സെക്കൻഡിൽ കൂടുതൽ ഇല്ല. അതിന് മുമ്പ് തന്നെ ടൈമിങ് നമ്മുടെ ഒരു സെക്കൻഡ് നമ്മുടെ ആ റെഫറി ഇത് പിടിക്കുമ്പോൾ സെക്കൻഡ് നമ്മൾ മാറിക്കഴിഞ്ഞാൽ നമ്മൾ അവരടിക്കും. അപ്പം നമ്മൾ ആ സെക്കൻഡ് ആ റെഫറി കൈ എടുക്കാൻ ആ സെക്കൻഡ് നമ്മളിങ്ങനെ പിടിക്കുന്നു. പിടിച്ച് കഴിയാനും ഒറ്റ അടി അടിച്ചു പോകണം. പിന്നെ അങ്ങോട്ട് അടിച്ചു വയ്ക്കുന്നത് ഇത് കണ്ടോ? അപ്പം ഒന്ന് പിടിച്ചത് ബലം കൊടുത്ത് വയ്ക്കുക ഉണ്ടോ? നടക്കില്ല, ഭയങ്കര സ്ട്രോങ് ആണ്. അപ്പോ വിശ്വാസത്തിലും ഈ കൈകൾ കരുത്തുറ്റതാണ്, പഞ്ചഗുസ്തി മത്സരത്തിലും ഈ കൈകൾ കരുത്തുറ്റതാണ്. അപ്പോൾ നമ്മുടെ ചങ്ങനാശ്ശേരിക്ക് അഭിമാനമായിട്ട് ലോക പഞ്ചഗുസ്തി മത്സരത്തിലും ഏഷ്യൻ ഗെയിംസിലും നമ്മുടെ ജെയിംസ് ഏട്ടൻ മത്സരിക്കണമെങ്കിൽ നമ്മുടെയൊക്കെ ചെറിയൊരു സഹായം ജെയിംസ് ഏട്ടന് വേണം. അപ്പോൾ ആ ഒരു സഹായം എന്താണെങ്കിലും ലഭിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ജെയിംസ് ഏട്ടൻ മത്സരിക്കണം എന്നുള്ളതാണ് നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം. ചങ്ങനാശ്ശേരിയുടെ അഭിമാനവും ചങ്ങനാശ്ശേരി അതിരൂപതയുടെ അഭിമാനവുമായ ജെയിംസ് ഏട്ടന് എല്ലാവിധ ആശംസകളും ഹൃദയപൂർവ്വം നേരുകയാണ്. താങ്ക് യു.